وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ما شاء الله കുറേ ദിവസമായിട്ട് നമ്മളെ ഷോയിലി ബാക്കി ഉസ്താദിനെ കേക്കലില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ വിളിച്ച് ദേഷ്യം പിടിച്ചു, നിങ്ങൾ എവിടെ പോയി, പറ്റ ജീവിച്ചിരിക്കണില്ലേ, അതോ നിങ്ങളും മാറിയോ എന്നൊക്കെ ചോദിച്ചിരുന്ന ദിവസം. അപ്പൊ എന്തൊക്കെ ഷോല് കൊണ്ട് അസൗകര്യമുള്ളതായിട്ടാണെന്ന് പറയുകയും ചെയ്ത്. നല്ലൊരു വിഷയമാണ്. നമ്മുടെ കുട്ടികളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, വളരെ കാര്യമായ സംസാരമാണ്. അവിടെ എത്തിയിട്ടില്ല, അത് തുടർന്ന് സംസാരിക്കണം. നിങ്ങളുള്ള ഒഴിവ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഒഴിവ് സമയം പരമാവധി ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. ഇനിയിപ്പോ അസറസ്കരിച്ച് കഴിഞ്ഞാല് അതുപോലെ തന്നെ പല സമയത്തും കേൾവിക്കാര് ധാരാളമുണ്ട്. പക്ഷെ ഉസ്താദന്മാര് ചിലപ്പോഴൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വരരുത്. പിന്നെ എപ്പോഴും കാണുന്ന പോലെ ഇടക്ക് കാണാതെ നിൽക്കുമ്പോ ഒരു പൊറുതിയടാ. അതുകൊണ്ടാണ് ഇടക്ക് അന്വേഷിക്കുന്നത്. മാഷാ അല്ലാഹ്, ആരോ ഒരാൾ ഇന്നെ കളറാക്കി അവസാനം പച്ചയാക്കിന്ന്. ഞാൻ അതിലൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല. നമ്മള് കറുപ്പായാലും പച്ചയായാലും ചോപ്പായാലും നീലയായാലും ഈ പറയാനുള്ളത്, പണ്ട് നമ്മളവിടെ ഒരു കാരണവര് പറഞ്ഞേക്ക്, ഒരാൾ വന്നിട്ട് ഒരു ലെറ്റിയായോട്ടെയായിരുന്നു, വേറൊരാൾ വന്നിട്ട് നല്ലൊരു സ്ട്രോങ്ങിലൊരു ചായ ഓട്ടയായിരുന്നു, വേറൊരാൾ വന്നിട്ട് ഒരു മീഡിയം ചായ ഓട്ടയായിരുന്നു. അതിൽ ഈ കാരണവര് പറഞ്ഞ് ഈ തഞ്ചി കൂടെയാണ് പാരും, അതിന് വരും, ബാക്കിയുള്ള നിങ്ങളാ പറയുന്ന ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയില്ല എന്നേക്കാണ് ഇപ്പൊ ഇവിടെ. കറുപ്പായാലും മഞ്ഞയായാലും അല്ലഞ്ഞ് പച്ചയായാലും ഒക്കെ ഞമ്മക്ക് ഒരു പറച്ചില് തന്നെ. അപ്പൊ വെറുതെ ഇതിന് കുട്ടികൾ പൈസ കളയണ്ടെന്നുള്ള ആൾക്കാണ് ഞാനതിന് താല്പര്യം എടുക്കാത്തത്. ഇതിനിടയ്ക്ക് ഈ കുട്ടി ഉസ്താദ് ഒരു ദിവസം ചോദിച്ചു, ഞാൻ കളറാക്കി തരട്ടെ എന്നൊക്കെ. എന്തിനാത്? ഈ ക്ലാസ് എടുക്കുന്നതിന് ഇപ്പൊ കറുപ്പിനും കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതായാലും ആട്ടെ, മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഏതായാലും ആരാ ചെയ്ത് വെച്ചാൽ അയാൾ സദുദ്ദേശത്തോടു കൂടി ചെയ്തതായിരിക്കും. അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന്. കാരണം ആളുടെ അമലിനാണ്, അവരുടെ നിയ്യത്തനുസരിച്ചാണല്ലോ. നമുക്കിപ്പോ അത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാളിപ്പോ അതൊരു ഹൈറായ ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കാം ചെയ്തത്. അദ്ദേഹത്തിന് അള്ളാഹു പിന്നെ സ്നേഹപൂർവം പ്രവർത്തകന്മാരല്ലാത്ത അതായത് ഇവിടെ ക്ലാസ് റൂമിൽ നേരിട്ട് കയറാൻ കഴിയാത്ത നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് മൊബൈലിൽ ക്ലാസ് കേൾക്കുന്നവരോട് സ്നേഹപൂർവം ഒരപേക്ഷ. നിങ്ങളാരും ഞാനിവിടെ ക്ലാസ് നടത്തുന്നതിന്റെ ഇടയിലോ അതല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഇടയിലോ നേരിട്ട് വിളിക്കരുത് പ്ലീസ്. അവർക്ക് വിഷമമുണ്ട്, കാരണം അവർക്ക് വിളിച്ചു ചോദിക്കാൻ വേറെ നിവൃത്തിയില്ല. ചോദ്യം സംശയമുള്ളത് ചോദിക്കാനാണ് ഉസ്താദെ, വേറെ ഞങ്ങൾക്ക് ടെലിഫോണിലല്ലാതെ പീസിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ടല്ല ഞങ്ങൾ ക്ലാസ് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ടെലിഫോണിൽ വിളിച്ച് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എടുക്കാറില്ലെങ്കിൽ പോലും അതിങ്ങനെ ടെലിഫോൺ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമാണല്ലോ. എടുക്കാതിരിക്കുമ്പോൾ അടിച്ച സുഹൃത്തുക്കൾക്കും വിഷമായിരിക്കും. അതുകൊണ്ട് അവരോട് പലപ്പോഴും ഉണർത്തിയതാണ്, വീണ്ടും ഉണർത്തുന്നു. ഇവിടെയുള്ള അഡ്മിന്മാരിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങൾ വിളിച്ചു പറയുകയോ അതല്ലെങ്കിൽ PM കൊടുക്കുകയോ തുടങ്ങിയ നിലക്ക് അവരുമായി ബന്ധപ്പെട്ട് അവര് ക്ലാസ്സിൽ സ്വീകരിക്കേണ്ടത്. നേരിട്ട് എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല
എന്ന് ഒരു വസീല വേണം. അള്ളാഹു തആല നേരിട്ട് ചോദിച്ചാലും കൊടുക്കും, വസീലയാക്കിയാലും കൊടുക്കും. പക്ഷേ അള്ളാഹു തആലാന്റെ അത്രയും വിശാലത നമ്മക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നേരിട്ട് വിളിച്ചാൽ പ്രയാസം തന്നെ. പലപ്പോഴും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. പക്ഷേ പലപ്പോഴും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. അപ്പൊ നിങ്ങൾ വെറുക്കരുത്, അത് സാധിക്കൂല. അതുകൊണ്ടാ. കാരണം ഞാനൊരു മനുഷ്യനല്ലേ, പലപ്പോഴും എനിക്ക് പല ഷോലുകളും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇടക്കായിരിക്കും നിരന്തരം നിങ്ങൾ അബൂ ഷാക്കിർ ഉസ്താദ് അല്ലേ എന്ന് ചോദിച്ചിട്ട് വിളിക്കണം. നിങ്ങൾ ആ സ്നേഹത്തിലേക്കാരം ഇന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം പലർക്കും. അതായത് ഈ അസമയത്തുള്ള ഇത്തരം ഇടപെടലുകൾ എനിക്ക് എന്നെ പെട്ടെന്ന് ചൂടാക്കും. അപ്പൊ നിങ്ങൾ സ്നേഹത്തോടു കൂടി വിളിച്ച് എനിക്ക് ദേഷ്യം പിടിക്കാൻ കാരണമായിട്ടുണ്ടാവും ചിലപ്പോ. അപ്പോ പലപ്പോഴും എടുക്കൂല, എടുത്താൽ തന്നെ ശരിക്കുള്ള ഉത്തരവും കിട്ടൂല. അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് നിങ്ങൾ അഡ്മിന്മാരുമായി ആരെങ്കിലുമായി ബന്ധപ്പെട്ട് അവരോട് ചോദിക്കാൻ ശ്രമിക്കുകയാണ്. മാക്കവി ഉസ്താദ് ഉൾപ്പെടെ പലരോടും ക്ഷമ ചോദിക്കുകയാണ്. വ്യാഴാഴ്ച ഇവിടെ പല നിലക്കും അസൗകര്യം ഉള്ളത് കൊണ്ടായിരുന്നു ടെലിഫോൺ എടുക്കാത്തത്. ചൊയലി ബാക്കി ഉസ്താദ് തന്നെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് ആള് എന്ന് പറഞ്ഞാൽ ഒരു കണക്കില്ലാത്ത ആളുകൾ വിളിച്ചിരുന്നു. എന്തിനായാലും വേണ്ടിയില്ല. പക്ഷേ കുറെ പ്രസംഗിക്കുമ്പോൾ നമ്മക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ കുറച്ചൊക്കെ. അപ്പൊ വ്യാഴാഴ്ച പൊതുവിൽ അസറിന് ശേഷം തന്നെ ഒരു പ്രാവശ്യം ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ചൊല്ലി, അതിന്റെ മുമ്പ് ചില അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് നേരത്തെ ടെലിഫോൺ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇശാ മഗ്‌രിബിന്റെ ശേഷം പിന്നെ യാത്രയിലായിരുന്നു. യാത്ര പോവുക മാത്രമല്ല, കൂട്ടമായി ജമാഅത്തായി ദിക്റുകളും ദുആവും ഖുർആനോത്തും പരിപാടിയും ആയതുകൊണ്ടാണ് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്ത് മറുപടി തരാൻ പറ്റാതെ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് കൂടാതെ കഴിയാത്ത മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിലല്ലാതെ വിളിക്കരുത്. അത് പലപ്പോഴും നമ്മൾ നമ്പർ ആർക്കും കൊടുക്കാറില്ല. എന്നാൽ ഇപ്രാവശ്യം മാധ്യമത്തില് ഞങ്ങളെ ജിദ്ദയിലെ പത്രപ്രവർത്തകനാ അതിന്റെ റിപ്പോർട്ടറാണ് ഇബ്രാഹിം ചമ്മനാട്. അദ്ദേഹം യാത്ര പറച്ചിൽ റിപ്പോർട്ട് കൊടുത്ത കൂട്ടത്തിൽ എന്റെ നമ്പർ പബ്ലിക്കിൽ കൊടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം എന്ന് അയാൾ കൊടുത്തു. അയാളെ സ്വന്തമായി കൊടുത്തതാ. അതോടുകൂടി പിന്നെ ടെലിഫോണിന്റെ ഒരു പെരുമഴയാ. പക്ഷെ എനിക്ക് വ്യക്തിപരമായി അടുത്തറിയുന്ന നമ്പറുകൾ എനിക്ക് പ്രത്യേകിച്ച് ഷോലില്ലാത്ത ഒഴിവുള്ള സമയത്ത് വിളിച്ചതല്ലാതെ ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ആരും വിഷമം കരുതരുത്. അതുകൊണ്ടാണ് നേരത്തെ പബ്ലിക്കിൽ നമ്പർ കൊടുക്കാതിരുന്നത് എന്ന് സ്നേഹപൂർവ്വം ഉണർത്തി. എല്ലാവരും ഖൈറിന് വേണ്ടി ദുആ ചെയ്യുക. എന്റെ ദുആയില് നിങ്ങളെയൊക്കെ ഞാൻ ഉൾപ്പെടുത്തും എന്ന് ഉണർത്തി ഞാൻ ക്ലാസ്സിലേക്ക് വരാം. കാരണം പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. കാരണം വ്യാഴാഴ്ച ഇതിന് മാത്രം എന്റെ അഭിപ്രായത്തിലുള്ള 5 വട്ടമെങ്കിലും നമ്മളെ പ്രിയപ്പെട്ട ബാക്കവി ചോലി എന്നെ വിളിച്ചിട്ടുണ്ടാവും. അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ബാക്കവി ചോലിന്റെ തന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല തന്നെ പിന്നെ ബാക്കിയുള്ളവർ എടുത്തിട്ടുണ്ടാവില്ല. അത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അത്രയും വ്യക്തിപരമായിട്ട് അടുത്ത സ്നേഹബന്ധത്തിലുള്ള ആൾക്കാരാണ്. എന്നിട്ട് പോലും ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് എടുക്കാതിരുന്നതാണ്. നിങ്ങളൊക്കെ ദയവായി ക്ഷമിക്കണം എന്ന് ഉണർത്തി ഞാൻ ദർസിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടക്കം തന്നെ വിലങ്ങനെ വൈലക്സ് ഇന്ന് പുറത്ത് DC ആയി. അതായത് അൽഹംദുലില്ലാ വേഗം തുറന്ന് കിട്ടീന്ന്. ഇപ്പൊ കേൾക്കുന്നുണ്ടാവും. തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണുള്ളൂ. ഇതിനെപ്പോക്ക് പോയി. എന്താ ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നമാണെന്ന് ഇപ്പൊ കണ്ട്. ഏതായാലും ആട്ടെ, അല്ലാഹു തആല നല്ല നിലക്ക് ഓതാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോ ഈ ഷർത്തുകൾ മറ്റൊക്കെ ചിലപ്പം 27 ദർജ കൂലിയിട്ടാലും മറ്റുമൊക്കെയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി പറയുന്നത് അങ്ങനെയല്ല. ജമാഅത്ത് തന്നെ സഹിയാവാൻ ഷർത്താവുന്നതും ചിലപ്പോൾ നിസ്കാരം ഈ ഷർത്തില്ലാതിരുന്നാൽ നിസ്കാരം തന്നെ സഹിയാവാതെ പോകാൻ ഇടവരുന്നതും ആയ വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ്.
വശുരിത്തൽ ഖുദൂവത്തിൻ ശുറൂത്തുൻ, തുടർന്ന് നിസ്കരിക്കുന്നതിന് ചില ഷർത്തുകൾ ഷർത്താക്കപ്പെടും. മിൻഹ, ആ ഷർത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിയ്യത്തു ഇഖ്തിദാഇൻ, തുടർച്ചയെ കരുതുക. എന്ന് പറഞ്ഞാൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ഈ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് കരുതുക. ബിൽ ഇമാമിൽ ഹാദിരി എന്ന് പറഞ്ഞാൽ അത് ഒന്നായിട്ടാണ്. നിയ്യത്തു ഇഖ്തിദാഇൻ ബിൽ ഇമാമിൽ ഹാദിരി, ഈ ഇമാമിനോട് തുടരുന്നു എന്ന് നിയ്യത്തുക. അപ്പൊ ഈ ഇമാമ് എന്ന് നിർണയിക്കേണ്ടതുണ്ടോ? നിർണയിക്കേണ്ടതില്ല എന്നാണ് മുഅ്തമദ്. തൊയ്ഫയിലും നിഹായയിലും ഒക്കെ ഇമാം റംലി തങ്ങളും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളും ഒക്കെ പറഞ്ഞ് ഈ ഇമാമ് എന്ന് നിർണയിച്ചു കൊള്ളണം എന്നില്ലാന്ന്. അപ്പോ ബിൽ ഇമാമിന്ന് മതി. പിന്നെ അൽ ഹാദിരി എന്ന് പറഞ്ഞത് എന്തിനാ? അങ്ങനെ പറയുന്നെന്ന് ചിലവര് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖതീബ് ഷിർബീനിയൊക്കെ മോനി പറഞ്ഞത് അങ്ങനെ വേണമെന്നാ. അപ്പൊ അതുകൂടി ഉണ്ടായി എന്നല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ ഇമാമിനോട് തുടരുന്നു എന്ന് കരുതുക. അതല്ലെങ്കിൽ ഔ ജമാഅത്തിൻ ബിൽ ഇമാമി, ഈ ഇമാമിനോട് കൂടി ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതുക. ഔ ഇത്തിമാമിൻ ബിൽ ഇമാമി, അല്ലെങ്കിൽ ഇമാമിനോട് പിന്തുടരുന്നു. ഇമാമിനോട് ഇത്തിമാമ് എന്ന് പറഞ്ഞാൽ ഈ ഇമാമിന്റെ ഇമാമത്തിനോട് പിന്തുടരുന്നു എന്ന്. മൂന്നോടത്തേക്കും കൂടിയാണ് ബിൽ ഇമാമിൽ ഹാദിരി എന്ന് പറഞ്ഞത്. അപ്പോ ഈ ഇമാമിനോട് തുടരുന്നു എന്നോ ഇമാമിന്റെ കൂടെ ജമാഅത്താവുന്നു എന്നോ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നു എന്നോ ഒക്കെ കരുതുക. അതും വേണമെന്നില്ല. അവിസ്വലാത്തി മാഹു, ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു. കൂടെ എന്ന് പറഞ്ഞാലും തുടരുക എന്നുള്ള അർത്ഥം തന്നെയാണ്. അതല്ലെങ്കിൽ ഔ കൗനി മഅ്മൂമൻ, അല്ലെങ്കിൽ മഅ്മൂമായി നിസ്കരിക്കുന്നു എന്നോ. അപ്പൊ ഇമാമാണെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു നിയ്യത്ത്, 5 തരത്തിലുള്ള നിയ്യത്ത് പറഞ്ഞു. അതിൽ ഏതും ആവാം. ഏറ്റവും നല്ല ഇമാമിനും മൗമൂമിനും ഒക്കെ കരുതാൻ നല്ല ജമാഅത്തായി നിസ്കരിക്കുന്നു. ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും പെട്ട്, ഇമാമിനും അങ്ങനെ വെക്കാം, മൗമൂമിനും അങ്ങനെ വെക്കാം. മറ്റേ തുടരുന്നു എന്ന് കരുതിയാണ് നിസ്കരിക്കാൻ ഇമാമിന് പറ്റൂലല്ലോ. ഇമാമായി നിസ്കരിക്കുന്നു എന്നോ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നോ കരുതേണ്ടി വരും ഇമാമ്. പക്ഷെ ഇമാമിന് ഷർത്തില്ല. ഷർത്തില്ലെങ്കിലും സുന്നത്തുണ്ടെന്ന് പറയും. എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? മാ തഹറുമിൻ, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ. നമ്മളെ ചില സാധുക്കൾ ചോദിക്കലുണ്ടല്ലോ, ഇവിടുത്തെ ഇമാമിനോട് തുടരാൻ പറ്റുമോ? എന്താ മൂപ്പരിങ്ങനെ ഇസ്തവു എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്നാ പറയല്, നിയ്യത്ത് ചെയ്യാൻ സമയം കിട്ടലില്ല. അപ്പൊ ഇയാള് കണ്ട് നിയ്യത്ത് അറിയണത് കുറെ നമ്മൾ വാക്കുകൊണ്ട് ചൊല്ലി പറയലാണ് എന്നാ. അതല്ല, ഞാൻ അങ്ങനെ ചൊല്ലി പറയുന്നത് നല്ലതാണ് ഇമാമിങ്ങൾ പറഞ്ഞേന്ന്. ഞാൻ ചൊല്ലി പറഞ്ഞിട്ടില്ലെങ്കിലും ചൊല്ലി പറഞ്ഞാലും നിയ്യത്തല്ലാതെ, നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉള്ളിലാണ്ടാണ്ട്. മനസ്സിലായില്ല? അതിന് മുമ്പായിട്ടും കാര്യമില്ല, ശേഷമായിട്ടും കാര്യമില്ല. അല്ലാഹു അക്ബർ എന്ന് നാവ് കൊണ്ട് പറയുമ്പോൾ ഖൽബിൽ നിയ്യത്ത് ഉണ്ടാവണം എന്നാ. അതായത് യജിബു അൻ തകൂന ഹാദിഹി നിയ്യത്തു, ഈ ജമാഅത്തിന് പറഞ്ഞ നിയ്യത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിയ്യത്ത് ആയിരിക്കൽ വുജൂബാണ്. മുഖ്തരിനത്തും മാതാറുമി, തക്ബീറത്തുൽ ഇഹ്റാമിനോട് അനുബന്ധിച്ചു കൊണ്ടുവേണം. അതിന്റെ മുമ്പായാലും പറ്റൂല, ശേഷമായാലും പറ്റൂല, അതിന്റെ കൂട്ടത്തിൽ വേണം എന്നർത്ഥം. വൈദാലം തഖ്തരിൻ നിയ്യത്തു നഹ്വിൽ ഇഖ്തിദാഇ, ഈ തുടരുക എന്ന് തുടങ്ങിയ നേരത്തെ പറഞ്ഞ ഈ നിയ്യത്തുകൾ ചേർന്ന് വന്നില്ലെങ്കിൽ ബിത്തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് വന്നില്ല, എന്നാൽ നിയ്യത്ത് തീരെയില്ല, നിസ്കാരം സഹിയാവൂല. പക്ഷെ നിയ്യത്തൊക്കെ ചെയ്തതിന് ജമാഅത്തായിട്ട് അല്ലെങ്കിൽ ഇമാമിനോട് തുടർന്നുകൊണ്ട് എന്ന് കരുതിയില്ല. എന്നാൽ ജുമായാണെങ്കിൽ തന്നെ അഖദിൽ ജുമാഅത്തു, ജുമാ നിസ്കാരം തന്നെ കെട്ടുപടില്ല, നിസ്കാരം തന്നെ ആവൂല എന്നർത്ഥം ജുമാ. എന്താ കാരണം? ഇസ്തിറാത്തിൽ ജമാഅത്തി ഫിഹാ, ഇനി അവിടെ പറയും. ജുമാന്റെ ബാബു ഇനി വേറെ വരുന്നുണ്ട്, അവിടെ പറയാൻ പോകുന്ന ഇവിടെ ഒരു സൂചന കൊടുത്തതാ. അതായത് ജുമാ നിസ്കാരം സഹിയാവണമെങ്കിൽ നിസ്കാരം ചെയ്യാൻ തന്നെ ഷർത്താണ് ജമാഅത്ത്. അപ്പൊ ആ ഷർത്ത് ആവുന്ന ജമാഅത്ത് കിട്ടണമെങ്കിൽ നിയ്യത്ത് വേണ്ടേ?
നിയ്യത്തില്ലാതിരുന്നാൽ ജുമാ തന്നെ സഹിയല്ല. എന്നാൽ സാധാരണ 5 വക്ത് നിസ്കാരാണെങ്കിലോ ജമാഅത്തിനെ കരുതിയിട്ടില്ലെങ്കിലോ തന്നെ ജുമാ അല്ലാത്ത മറ്റ് നിസ്കാരങ്ങൾ കെട്ടുവിടും. ഫുറാദ തനിച്ചതായിട്ട് ജമാഅത്ത് ഉണ്ടാവില്ല. ഒറ്റക്ക് നിസ്കരിക്കലേ ആവുള്ളൂ. ളുഹർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയ ഒറ്റക്കാവും. ളുഹർ എന്ന ഫർദ് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയ ജമാഅത്തായി. അതേ സമയത്ത് ജുമാ എന്ന ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയ നിസ്കാരം തന്നെ സഹിയാവൂല. മറിച്ച് ജുമാ എന്ന ഫർദ് നിസ്കാരം ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെ കരുതണം. കാരണം അത് ജുമായിൽ ജമാഅത്തായാൽ നിസ്കാരം സഹിയാകാൻ ഷർത്താണ്. അതേ സമയത്ത് ജുമാ അല്ലാത്ത മറ്റു നിസ്കാരങ്ങളിൽ ജമാഅത്തിനെ കരുതിയാൽ ജമാഅത്ത് സഹിയാവും, ജമാഅത്തിനെ കരുതിയില്ലെങ്കിൽ ഒറ്റക്കാവും. ഫലോ തറക്ക ഹാദിഹി നിയ്യത്ത, ഈ തുടർച്ചയുടെ നിയ്യത്ത് ഒരാൾ ഉപേക്ഷിച്ചു, ഉറപ്പാ ചെയ്തില്ല. ഔ ശക്ക ഫിഹാ, നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുണ്ട്, പക്ഷെ ജമാഅത്തിനെ കരുതിയിട്ടുണ്ടോ എന്ന് സംശയം വന്നു. അതോടുകൂടി അഥവാ തുടരാൻ നിയ്യത്ത് ചെയ്യാതെ അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്തോ ഇല്ലേ എന്നുള്ള ഉറപ്പില്ലാതെ വതാബ മുസല്ലിയൻ, തന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരാളെ പിന്തുടർന്നു, ഫീലിൻ, പ്രവൃത്തിയിൽ. അങ്ങനെ ഉണ്ടല്ലോ ചില തുടരാൻ പറ്റാത്ത ഇമാമിയങ്ങള്, നമുക്ക് മനസ്സുകൊണ്ട് അയാളോട് തുടരാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ അവിടെ ജമാഅത്തിൽ പങ്കെടുക്കാതിരുന്നാൽ ചില കുഴപ്പങ്ങൾക്ക് സാധ്യതയുമുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കും, അയാളോട് തുടരലിന് കരുതാതെ കൂട്ടത്തിൽ കരിച്ചലുണ്ടല്ലോ, അതിനെപ്പറ്റി പറയണത്. വതാബ മുസല്ലിയൻ ഫീലിൻ, നിസ്കരിക്കുന്ന ഒരാളോട് പ്രവൃത്തിയിൽ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ റുക്കുയിലേക്ക് അവൻ കുനിഞ്ഞു, മുതാബിയൻ ലഹു, അയാളെ പിന്തുടർന്നുകൊണ്ട് പ്രവൃത്തിയിൽ പിന്തുടർന്നുകൊണ്ട്, അല്ലെങ്കിൽ റുക്കുവോ അല്ലെങ്കിൽ സുജൂദ് ഒക്കെ പെട്ട്. ഔ ഫീ സലാമിൻ, അല്ലെങ്കിൽ സലാമിൽ അയാളെ പിന്തുടർന്നു. അങ്ങനെ സലാമിൽ പിന്തുടരുന്ന വാക്കല്ലേ. അയാളെ തുടരുന്നു എന്ന് കരുതി അവിടെ ജമാഅത്താവുന്നതല്ല. അയാളോട് ജമാഅത്തിൽ തുടരാത്ത നിരക്ക് അങ്ങനെ അയാളോട് പ്രവൃത്തിയിൽ തുടരുകയും ആ മനുഷ്യന്റെ, ഇമാമിന്റെ എന്ന് പറയാൻ പറ്റൂലല്ലോ, ഓൻ തുടർന്നിട്ടില്ലല്ലോ, ഈ മനുഷ്യന്റെ നിസ്കാരത്തിൽ ദീർഘമായി അയാളെ കാത്തിരിക്കേണ്ടി വരികയും ചെയ്തു. ആ സമയത്തും അസ്ഥാനത്തും ഒക്കെ അയാളെ കാത്തിരിക്കേണ്ട സാഹചര്യം വന്നു. എന്നാൽ ബത്വലത്ത് സ്വലാത്തു, നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അതേ സമയത്ത് കൂടെ എങ്ങനെയാണ് പോയക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാണു. പുരാന അയാള് തക്ബീർ കെട്ടിയതിന് ശേഷം തക്ബീർ കെട്ടി, വജ്ജത്ത് ഓതി, ഫാത്തിഹ ഓതി, ഒരു സൂറത്ത് ഓതി, അപ്പോഴൊന്നും ഇയാൾ റുക്കൂ പോടില്ല. അപ്പൊ രണ്ടാമത്തെ സൂറത്ത് അതുകൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവൂല. മനസ്സിലായില്ലേ? അതേ സമയത്ത് ആസ്ഥാനത്ത് അകാരണമായി ഇയാളെ കാത്തിരിക്കേണ്ട സാഹചര്യം വരുമ്പോഴാണ് നിസ്കാരം ബാത്തിലാകുന്നത്. അതില്ലാത്ത നിലക്കാണെങ്കിൽ ബാത്തിലാവൊന്നുമില്ല, ജമാഅത്ത് കിട്ടൂല എന്ന് മാത്രം. ഇപ്പൊ മഅ്മൂമിന് തുടർച്ചയെ കരുതൽ ജമാഅത്ത് കിട്ടാൻ ഷർത്താണ്. എന്നാൽ വനിയ്യത്തു ഇമാമത്തിൻ, ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതൽ, ഔ ജമാഅത്തിൻ, അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതൽ വേണ്ടോ, രണ്ടാക്കും പറ്റും. ഇമാമിനാണെങ്കിലും എന്ത് കരുതാ, ജമാഅത്തായി നിസ്കരിക്കുന്നു, മഅ്മൂമിനാണെങ്കിലും കരുതാ ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നു. അതേ സമയത്ത് ഇമാമിന് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതാ, മഅ്മൂമിന് മഅ്മൂമായി നിസ്കരിക്കുന്നു എന്ന് കരുതാ. ഇങ്ങനെ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതൽ സുന്നത്തുൻ ഇമാമിൻ, ഇമാമിനും അത് സുന്നത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഇമാമിനും ഷർത്ത് തന്നെ എന്നാ പറയേണ്ടത്. ഇമാമിന് ഷർത്ത് പറഞ്ഞാൽ ജമാഅത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ ഇമാമിനും ഷർത്ത് തന്നെ. പക്ഷെ മഅ്മൂമിങ്ങൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടാൻ അയാൾ നിയ്യത്ത് ചെയ്തു കൊള്ളണം എന്നില്ല. അതാണ് ആ വ്യത്യാസം. അതായത് മഅ്മൂമ് ജമാഅത്തായി നിസ്കരിക്കൽ സഹി ആവണമെങ്കിൽ എന്ത് കരുതിക്കൊള്ളണം, ഇമാമിനെ തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് കരുതണം, നിർബന്ധം തന്നെ. ഇമാമിനോ, ഇമാമിന് ജമാഅത്തിന്റെ 27 ദർജ കിട്ടണമെങ്കിൽ അയാൾക്കും ഷർത്താണ്. അയാൾക്ക് 27 ദർജ കിട്ടൂല എന്നേ ഉള്ളൂ. അയാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നു എന്ന് കരുതി തക്ബീർ കെട്ടിയാലും അതിന്റെ ബേക്കിൽ ചെന്ന് തുടരുന്നവർക്ക് ജമാഅത്ത് സഹിയാവും.
അവർക്ക് 27 ദർജ കിട്ടുകയും ചെയ്യും. തന്നെയല്ല ഫാത്തിഹ ചുമക്കും, സഹ്വിനെ ചുമക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യും. അയാൾ പറഞ്ഞ എന്ത് ചെയ്തിട്ടില്ല? നിയ്യത്തോട് ചെയ്തിട്ടില്ല. എന്നാലോ അയാൾക്ക് 27 കിട്ടുമോ? അത് കിട്ടൂല. അപ്പൊ മൗമൂമികൾക്ക് ഇയാളെ കൊണ്ട് കിട്ടേണ്ട എല്ലാ ഗുണവും കിട്ടും, മൗമൂമികളെ കൊണ്ട് ഇയാൾക്ക് കിട്ടേണ്ട ഗുണം കിട്ടൂല നിയ്യത്ത് ചെയ്യാതിരുന്ന. അപ്പോ സുന്നത്താന്ന് പറയാൻ കാരണം ജമാഅത്തിന്റെ ഫളീലത്ത് സുന്നത്ത് മുഅക്കദാണല്ലേ. അപ്പൊ ജമാഅത്ത് കിട്ടണം എന്നത് സുന്നത്താണ്. ആ സുന്നത്ത് കിട്ടണമെങ്കിൽ നിയ്യത്ത് ചെയ്യണം. എവിടെ? ഫീ ഗൈരി ജുമുഅത്തിൻ, ജുമുഅ അല്ലാത്ത നിസ്കാരങ്ങളിൽ ഇമാമത്തിനെ കരുതൽ സുന്നത്താണ്. അപ്പോഴും ആരും വിചാരിക്കേണ്ട അത് സുന്നത്തല്ലേ ഉള്ളൂന്ന്. ജമാഅത്തിന്റെ കൂലി കിട്ടാൻ ഷർത്ത് തന്നെയാണ് ഇമാമിനും. അല്ലെങ്കിൽ അയാൾക്ക് ഒറ്റക്ക് സ്കെച്ച് കൂലിയെ കിട്ടുള്ളൂ. അയാളെ കൊണ്ട് എല്ലാ ഗുണവും മൗമൂമിക്ക് കിട്ടും ചെയ്യും. അതായത് റുക്കുവിന്റെ സമയത്ത് വന്ന് തുടർന്നാൽ ഇമാമു ഫാത്തിഹ ചുമക്കും, അതുപോലെ തന്നെ സെഹു വല്ലതും സംഭവിച്ചാൽ ഇമാമു അത് ചുമക്കും, ഒക്കെ ചെയ്യും. 27 ദർജയും കിട്ടും മൗമൂമിക്ക്. പക്ഷെ ഇയാൾക്കൊന്നും കിട്ടൂല. ഇയാൾക്ക് അതൊക്കെ കിട്ടണമെങ്കിൽ അയാളും തന്നെ എന്ത് ചെയ്യണം? നിയ്യത്ത് ചെയ്യണം. പക്ഷെ ജമാഅത്ത് ചെയ്യാൻ ഷർത്തില്ല. കാരണം എന്താ? മൗമൂമിക്ക് ജമാഅത്ത് ഇയാൾ ഇമാമായിക്കോ നിയ്യത്ത് ചെയ്തോളണം എന്ന് ഇല്ല. ജുമയില് ഷർത്ത് തന്നെ. കാരണം അത് നമ്മൾ പറഞ്ഞല്ലോ, ജമാഅത്ത് ആയിക്കൊണ്ടല്ലാതെ ജുമാ നിസ്കാരം സഹീഹന്നല്ല. അപ്പൊ ഇമാമാണെങ്കിലും മൗമൂമാണെങ്കിലും ഒക്കെ ജമാഅത്തിനെ കരുതൽ ഷർത്ത് തന്നെയാണ്. എന്തിനാണ് ഇമാമത്തിനെ കരുതൽ സുന്നത്താണ് പറഞ്ഞാൽ ആരാ? ഇമാമിന് കരസ്ഥമാകാൻ വേണ്ടിയിട്ട് ഫളുൽ ജമാഅത്തി, ജമാഅത്തിന്റെ മഹത്വം അയാൾക്ക് ലഭിക്കണമെങ്കിൽ അദ്ദേഹവും തന്നെ കരുതിയിരിക്കണം. കരുതാതിരുന്നാൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുന്നതല്ല എന്ന് മാത്രമല്ല, ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടാൻ എന്ന് മാത്രമല്ല, വലിൽ ഖുറൂജി മിൻ ഖിലാഫി മൻ ഔജബഹ, അതായത് ഇമാമിനും തന്നെ ഇമാമത്തിനെ കരുതൽ വുജൂബാണ് എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഖിലാഫിനെ പരിഗണിച്ചുകൊണ്ടും ഇദ്ദേഹം നിയ്യത്ത് ചെയ്യൽ സുന്നത്താ. ഒന്ന്, ജമാഅത്തിന്റെ മഹത്വം, ആ സവാബ് 27 ദർജ അദ്ദേഹത്തിന് ലഭിക്കണം. അതോടുകൂടി മൗമൂമുകൾ തുടരലിനെ കരുതൽ നിർബന്ധമായതുപോലെ ഇമാമും തന്നെ തുടരലിനെ കരുതൽ നിർബന്ധമാണ് എന്ന ചില അഭിപ്രായമുള്ള ഇമാമിയങ്ങളുണ്ട്. ആ അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ടും ഇവിടെ സുന്നത്താണ്. ഏതായാലും ഇമാമിന് സുന്നത്തും മൗമൂമിന് ഷർത്തുമാണ് ജമാഅത്തിന്. ഇനി ഈ ജമാഅത്തിന്റെ നിയ്യത്ത് ചെയ്യൽ സഹിയാണ് ഇമാമ് മാതറുമിഹി, അദ്ദേഹത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ തന്നെ. ഇപ്പൊ അദ്ദേഹം ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതി ആരും ഇപ്പോൾ അദ്ദേഹത്തോട് തുടർന്നിട്ടില്ല. എന്നാലും അങ്ങനെ തന്നെ കരുതാ. സംഗതി വൈലം യകുൻ ഖൽഫഹു അഹദുൻ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ആരുമില്ല. എന്നാലും എന്തു ചെയ്യാം? ജമാഅത്തായി അല്ലെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് ഇമാമിനെ നിയ്യത്ത് ചെയ്യാം. പക്ഷെ എപ്പോഴാണത്? ഈ വസിഖ ബിൽ ജമാഅത്തി, ജമാഅത്ത് കിട്ടുന്ന അയാൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, രണ്ടാള് കയറി വന്നു, ഒരാൾ ഒതുകൊടുത്തു കഴിഞ്ഞപ്പോ മറ്റേ ആള് പറഞ്ഞ സമയം കുറച്ചായിന്, നിങ്ങൾ തുടങ്ങിക്കൂടി, ഞാൻ ഒതുകൊടുത്തോട്ട് വരാറിഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പോയിട്ട് എന്താക്കി? ബാങ്കും ഇഖാമത്തും ഒക്കെ കൊടുത്ത് തുടങ്ങും. എന്താണ് കരുതുന്നത്? ഇമാമായി നിസ്കരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതി. അപ്പൊ മറ്റേ ആൾ എത്തിയിട്ടില്ല. അങ്ങനെ തുടങ്ങി കുറച്ചായപ്പോക്ക് മറ്റേ ആൾ എത്തുകയും ചെയ്തു. ഇങ്ങനെ തന്നോട് തുടരാൻ ആളുകൾ വരുന്നുണ്ട്, അങ്ങനെ ജമാഅത്ത് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം ബേക്കിൽ ആളില്ലെങ്കിലും എന്ത് ചെയ്യാം? ഇമാമായി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. എന്താ കാരണം? ഇപ്പൊ അയാൾ ഇമാം ആയിട്ടില്ലല്ലോ, കാരണം അയാളെ പിന്നിൽ മൗമൂമികളില്ലല്ലോ എന്ന് പറയണ്ട. കാരണം ഇമാമൻ, അടുത്തായിട്ട് അയാൾ ഇമാം ആയിത്തീരും. കാരണം ആളുകൾ വരുന്നുണ്ട് എന്നുള്ള ഉറപ്പുണ്ടല്ലോ. ഉറപ്പ് എന്ന് പറഞ്ഞാല് യക്കീനായിക്കോളണമെന്ന് തന്നെ ഉണ്ടായാലും മതി. അതായത് മിക്കവാറും തന്നോട് തുടരാൻ ആള് വരുന്നുണ്ട് എന്ന ധാരണയുണ്ടെങ്കിൽ ആ അടിസ്ഥാനത്തിൽ അയാൾക്ക് തുടക്കത്തിൽ തന്നെ ഇമാമത്തിനെ കരുതി നിസ്കരിക്കാം. ഇപ്പോൾ തൽക്കാലം ആളില്ലെങ്കിലും ആള് വരുമല്ലോ തൊട്ടടുത്ത് എന്നതുകൊണ്ട്. അപ്പൊ ഇനി ഇയാള് തുടങ്ങി നിയ്യത്ത് ചെയ്തില്ലെങ്കിലോ? ഫൈലം എൻവി, ഇമാമത്തിനെ കരുതിയില്ല അല്ലെങ്കിൽ ജമാഅത്തിനെ കരുതിയില്ല.
എന്ത് കരുതാല് പലോലിയാദ്മീൻ തന്നോട് തുടർന്ന ആളുകളെ പറ്റി ഇയാൾ അറിഞ്ഞില്ല. അതുണ്ടോ, നമ്മുടെ ചില ആളുകൾ ഇമാമിനെ അറിയിക്കാൻ വേണ്ടിയിട്ടൊന്ന് തോണ്ടലുണ്ടല്ലോ. അങ്ങനെ തോണ്ടൊന്നും ആവശ്യമില്ല. അങ്ങനെ വിവരമുള്ള ഒരാളെ ഇനി അയാൾ ബേക്കിൽ വന്ന് തുടർന്നു, ഇമാമ് ഈ സംഗതി അറിഞ്ഞില്ല, അറിയാത്തപ്പോ അയാൾ ഇമാമാണെന്ന് കരുതിയില്ല. എന്നാൽ ഹസ്വലലഹും ഈ തുടർന്ന മൗമൂമിങ്ങൾക്ക് കിട്ടും അൽ ഫളു ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും. ദൂരഹു ഇമാമിനിട്ടൂല, കാരണം അയാൾ നിയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ. ഇന്നമല്ലാമാര് ബിന്നിയാത്ത് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താണോ നിങ്ങൾ നിയ്യത്ത് ചെയ്തത് ആ നിയ്യത്ത് ചെയ്തതനുസരിച്ചാണ് അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് എന്നല്ലേ. അപ്പോ ഇമാമത്തിന് കരുതിയാൽ അയാൾക്ക് കൂടി ജമാഅത്തിന്റെ കൂലി കിട്ടും. അയാൾ കരുതിയില്ല, മനഃപൂർവ്വം കരുതിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ല. അങ്ങനെ ജമാഅത്തിനെ കരുതാതിരുന്നാൽ അയാൾക്ക് ഒറ്റക്ക് നിസ്കരിച്ച കൂലി തന്നെ കിട്ടുള്ളൂ. പക്ഷെ അയാൾ ഒറ്റക്ക് നിസ്കരിച്ച കൂലിയാണെങ്കിലും അയാളെ തുടർന്ന മൗമൂമികൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. ഇനി ഇമാമിന് ആരൂരാജിക്കൊരു ചോദ്യം, അതായത് ഏതായാലും അല്ല നമ്മളെ ഇമാമ് നമ്മക്ക് 27 കിട്ടണുണ്ട്, നമ്മളെ ഫാത്തിഹ ചുമക്കുന്നുണ്ട്, അതുപോലെ തന്നെ സഹു വല്ലവും വന്നാൽ അതുമൊക്കെ ചുമക്കുന്നുണ്ട്. അപ്പൊ ഈ സാധു ഏതായാലും നമ്മളെ ഭാരം പേറുന്നുണ്ട്, എന്നാ ജമാഅത്തിന്റെ കൂലി കിട്ടിക്കോട്ടെ എന്ന് കരുതി തോണ്ടണോന്നാ ആരൂരാജിന്റെ ചോദ്യം. ആ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ തോണ്ടണോണ്ട് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ? തോണ്ടിക്കോളന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശം അദ്ദേഹം അല്ലെങ്കിൽ അറിയില്ല, അറിഞ്ഞാൽ അദ്ദേഹം കൂടി ജമാഅത്തിനെ കരുതിയാൽ അയാൾക്കും കൂലി കിട്ടുമല്ലോ എന്ന സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ തോണ്ടലൊരു തെറ്റൊന്നുമില്ല. പൊതുവിൽ തോണ്ടൽ ഒഴിവാക്കൽ തന്നെയാണ് നല്ലത്. ഇനി ഇമാമിനോട് പ്രത്യേക ഓഫർ അതാ വഇന്നവാഹു മേൽ പറയപ്പെട്ടതിനെ കരുതിയാൽ, നവാഹ എന്ന് പറയാൻ ഇനി കുറച്ചുകൂടി നല്ലതെന്നാ. അതായത് ജമാഅത്തിനെ കരുതി ഇമാമ് എപ്പോ ഫില്ലസിനായി ഇടക്ക് വെച്ച് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുക, ഒറ്റക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറൊരാളോ കൊടുത്തു വന്നപ്പോ അയാൾ എന്ത് കരുതി, ഇയാളോട് തുടരുക എന്ന് കരുതി. അങ്ങനെ ഇദ്ദേഹത്തോട് തുടർന്നപ്പോ ഇയാൾ കുറച്ചാടെത്തി നിസ്കരിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇദ്ദേഹം എന്ത് കരുതി, ഇമാമത്തിനെ കരുതി. എന്നാൽ ഹസലലഹുൽ ഫളു ആ ഇമാമിന് ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും മിൻ ഹീനൈദിൻ ജമാഅത്തിനെ കരുതിയോളം മുതൽ അവിടെ അങ്ങോട്ട് ജമാഅത്തിന്റെ കൂലി കിട്ടും. അത് ഒറ്റക്ക് നിസ്കരിക്കുന്നവനില്ല, മൗമൂമായിട്ട് നിസ്കരിക്കുന്നവൻ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ജമാഅത്തിനെ കരുതാതെ ഈ ഇടക്ക് വെച്ചിട്ട് ജമാഅത്തിനെ കരുതിയാൽ ജമാഅത്ത് സഹിയാവുമെങ്കിലും ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടൂല. അപ്പൊ ഇമാമും മൗമൂമും തമ്മിൽ ആ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഇമാമ് അയാള് മൗമൂം ഉണ്ടാവുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ ഇമാമാവൂ. അപ്പൊ മൗമൂം ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഒറ്റക്ക് നിസ്കരിച്ചത് അയാൾക്ക് എഴുതുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ മൗമൂമ് വന്നപ്പോൾ ജമാഅത്ത് കിട്ടി, അപ്പൊ അദ്ദേഹം ആ എഴുതുറ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ നിയ്യത്ത് ചെയ്താൽ ജമാഅത്തിന്റെ ഫളീലത്ത് അയാൾക്ക് കിട്ടും. അതേ സമയത്ത് നേരത്തെ നിസ്കാരം തുടങ്ങിയ ഒരാള്, ഒറ്റക്ക് തുടങ്ങിയ ഒരാള് മറ്റൊരു ജമാഅത്ത് അടക്കണ കണ്ടപ്പം അതിൽ ഇടക്ക് തുടരുകയല്ല വേണ്ടത്, മറിച്ച് സൗകര്യപ്പെടുമെങ്കിൽ സുന്നത്താക്കി മറിച്ച് നിസ്കരിച്ച സലാം വീട്ടിയതിനു ശേഷം ജമാഅത്തിൽ തുടരുകയോ അതല്ലെങ്കിൽ ഈ നിസ്കാരത്തെ മുറിച്ചുകൊണ്ട് ജമാഅത്തിൽ തുടരുകയോ ആണ് വേണ്ടത്. അത് ചെയ്യാതെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരം തന്നെ ഈ ജമാഅത്തിൽ കൂടി തുടരാൻ കരുതിയാൽ അത് അയാളടുക്കലുള്ള ഒരു വീഴ്ചയാണ്. അതുകൊണ്ട് അത് കറാഹത്താണ്, ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടൂല. കണ്ടോ? അപ്പൊ മൗമൂമിന്റെ മുന്നിൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടാൻ മാർഗം തുറന്നു കിടക്കുന്നുള്ളത് കൊണ്ട് ഇടക്ക് വെച്ച് തുടർന്നാൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. എന്നാൽ ഇമാമിന്റെ മുന്നിൽ അങ്ങനെ തുറന്ന മാർഗമില്ല. അയാൾ നേരത്തെ ആളില്ലാത്തത് കൊണ്ട് ഒറ്റക്ക് നിസ്കരിച്ചവനാണ്. ഇപ്പോൾ ആള് വന്നപ്പോൾ ജമാഅത്തായതാണ്. ജമാഅത്തായ സമയത്ത് ജമാഅത്തിനെ കരുതി, അപ്പോൾ അദ്ദേഹത്തിന് ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും. കണ്ടോ? എന്നാ അമ്മാ ഫിൽ ജുമുഅത്തി ജുമയിലാണെങ്കിലോ ഫതൽസമുഹു വതറുമി. ആണോ? ഇമാമിനും തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ തന്നെ ജമാഅത്തിനെ കരുതൽ നിർബന്ധമാണ്. എന്താ ജുമ നിസ്കാരം തന്നെ അല്ലാതെ സഹിയാവൂല.
അവിടെ പിന്നെ ഇമാമെന്നോ മൗമൂമെന്നോ വ്യത്യാസമില്ല. രണ്ടാളും തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് തന്നെ ജമാഅത്തിനെ കരുതൽ ഷർത്താവുന്നു, ഇല്ലെങ്കിൽ ജുമാ സഹിയല്ല. ഇനി ഒരു ഷർത്താപ്പാ പറഞ്ഞത്, അതായത് മൗമൂമിങ്ങള് ജമാഅത്ത് നിസ്കരിക്കുന്നു എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് കരുതുക. മൗമൂമിനും തന്നെ ഇമാമിന് തന്നെ ജമാഅത്തിന്റെ ഫളീലത്താവുന്ന 27 ദർജ കിട്ടണമെങ്കിൽ അദ്ദേഹവും എന്ത് വേണം? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഇമാമത്തിനെ കരുതണം. അപ്പോൾ കരുതുന്നതിന് തടസ്സമുണ്ടെങ്കിൽ പിന്നീട് കരുതിയാലും അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. ഇനി വമിൻഹ, നിസ്കാര ആ ജമാഅത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് അത് മുതഖദ്ദുമിൻ, മുന്താതിരിക്കുക ഫിൽ മക്കാനി, നിൽക്കുന്ന സ്ഥലത്ത് ഇമാമും മൗമൂമും നിൽക്കണ്ടല്ലോ, സൊഫിട്ടിന് അവിടെ മൗമൂമ് ഇമാമിനേക്കാൾ മുന്താതിരിക്കുക, യഖീനൻ ഉറപ്പായിട്ട് മുന്താതിരിക്കുക. ഒപ്പത്തിനൊപ്പാണ്, അല്ല മുന്തിപ്പോയോ എന്ന് സംശയം വന്നാലും നിസ്കാരം സഹിയാകും. പക്ഷേ കറാഹത്ത് വരും, അതുകൊണ്ട് ജമാഅത്തിന്റെ ഫളീലത്തിന് ഭംഗം വരും. ആ സംശയം ഉണ്ടായ യഖീനൻ എന്താകാൻ പാടില്ല, മുന്താൻ പാടില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാലിക്കി മദ്ഹബിൽ ഇമാമിനേക്കാൾ മുന്തി നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന ഖൗലുണ്ട്. വേറെ മദ്ഹബിലൊന്നും അതില്ല. മനസ്സിലായില്ലേ? ഇവിടെ സൗദി അറേബ്യയിലൊക്കെ മാലിക്കുകളും ഉണ്ടല്ലോ. അപ്പൊ പാഞ്ഞു വന്നിട്ട് പള്ളിന്റെ മുന്നിലൊക്കെ നിന്നുകാട്ട് തക്ബീർ കെട്ടിക്കാണും, ഇമാമിനെക്കാട്ടിന് മുന്നിലേക്കാരം. അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇമാമിനേക്കാൾ മുൻകടന്നാലും ജമാഅത്ത് സഹിയാവും എന്ന അഭിപ്രായം മാലിക്കി മദ്ഹബ് കാണാം. വേറെ മദ്ഹബുകളിലൊന്നുമില്ല. ആട്ടെ, അത് മുതഖദ്ദുമിൻ അലാ ഇമാമിൻ, ഇമാമിനേക്കാളും നൃത്തത്തിൽ മുന്താതിരിക്കുക. എങ്ങനെ മുന്താതിരിക്കുക? ബി അഖബിൻ, കുതികാൽ കൊണ്ട്. സമം നിൽക്കുക. ഒരു ഇമാമും ഒരു മൗമൂമും ആണെങ്കിൽ സമാസമം നിൽക്കണം എന്നാണ് ഹംബലി മദ്ഹബ്. മനസ്സിലായില്ലേ? ഞമ്മളത് അങ്ങനെയല്ല. അതിന് പറയും ഞമ്മളത് അല്പം പിന്തി നിൽക്കണം എന്നതാണ് സുന്നത്ത്, സമാസമം നിൽക്കൽ കറാഹത്താണ്. എന്നാൽ ഹംബലി മദ്ഹബിൽ ആകെ ഒരു ഇമാമും ഒരു മൗമൂമും ഉള്ളുവെങ്കിൽ ഒപ്പം നിൽക്കലാണ് വേണ്ടത്, പിന്തി നിൽക്കാൻ പാടില്ല. അപ്പൊ അത് നോക്കണ്ട. നമ്മള് അങ്ങനെ നിന്നാൽ നമുക്ക് നിസ്കാരം സഹിയാവുമെങ്കിലും ജമാഅത്തിന്റെ ഫളീലത്ത് പോകുന്ന അല്പമെങ്കിലും പിന്തി നിൽക്കണം. അതൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. മുന്താന്ന് പറഞ്ഞ മാലിക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഒരു ഇമാമും ഒരു മൗമൂമും ആകുന്നിടത്ത് രണ്ടാക്കും ഒപ്പത്തിനൊപ്പം നിൽക്കണം എന്നാണ് ഹംബലികൾ പറയുന്നത്. അവിടെ പക്ഷേ മടമ്പ് കൊണ്ടാണ് കണക്കാക്കേണ്ടത്. ഇമാമിനേക്കാൾ മുന്താൻ പാടില്ല പറഞ്ഞാൽ എന്തുകൊണ്ട് മുന്താൻ പാടില്ല എന്ന്? മടമ്പ് കൊണ്ട് മുന്താൻ പാടില്ല. സംഗതി വൈൻ തഖദ്ദമത്ത് അസാബിഅഹു, മൗമൂമിന്റെ വിരലുകൾ ഇമാമിനേക്കാളും മുന്തിയെങ്കിലും കുഴപ്പമില്ല, മടമ്പ് കൊണ്ട് മുന്താതിരുന്നാൽ മതി. അത് നിൽക്കണവർക്ക്, നിന്ന് നിസ്കരിക്കുന്നവന്റെ മടമ്പ് കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ അരക്കെട്ട് കൊണ്ട്, ചന്തി കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അക്ബ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവനെ സംബന്ധിച്ച ഇവിടെ കാണുന്ന അതിനൊരു വസ്ലും നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഇവിടെ വിരലോട് ഒപ്പിക്കുന്നതാ കാണുക. വിരലോട് ഒപ്പിച്ചാൽ നെഞ്ഞുകൊണ്ട് മുന്തിയും പിന്തിയും നിൽക്കും, ചുമലുകൊണ്ട് മുന്തിയും പിന്തിയും നിൽക്കും. അതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ നെഞ്ഞും ചുമലും ഒപ്പം നിൽക്കുക വേണ്ടത്. അതിന് മടമ്പൊപ്പിക്കണം. മനസ്സിലായില്ലേ? ഉദാഹരണം, ഒരാള് ചെറിയ കുഞ്ഞിക്കാലുള്ള ആളാണ്, ഒരാൾ വലിയ പെരുങ്കാലുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിക്കാലുള്ള ആളുടെ വിരലും ഈ പെരുങ്കാലുള്ള ആളുടെ വിരലും കൂടി ഒപ്പത്തിനൊപ്പം നിന്നാല് ഈ കുഞ്ഞിക്കാലുള്ള ആള് മറ്റേ ആളെ മുന്നിലേക്കാരും അല്ലെ? അങ്ങനെയല്ലേ ഉണ്ടാകുക? അങ്ങനെ ഉണ്ടാകുക. അപ്പൊ അതല്ല നോക്കുക. വിരല് കൊണ്ടല്ല ഒപ്പിക്കേണ്ടത്, അക്ബ് മടമ്പ് കൊണ്ടാണ് ഒപ്പിക്കേണ്ടത്. എന്തിനാന്ന് വെച്ചാല് ചുമലും നെഞ്ഞും സമാസമം നിൽക്കാനാ. ചുമലും നെഞ്ഞും സമാസമം നിൽക്കണമെങ്കിൽ മടമ്പ് കൊണ്ടിട്ട് കാലിന്റെ കുതികാല് കൊണ്ട് ഒപ്പിച്ചു നിർത്തിയെങ്കിലേ ആവും. യഖീനം മുന്താൻ പാടില്ല എന്നാ പറഞ്ഞത്. എന്നാ അതിന്റെ മാറ്റം അമ്മശക്കു ഫി തഖദ്ദുമി,
ഇമാമിനേക്കാളും മുന്തിപ്പോയോ എന്നൊരു സംശയം മാത്രം വന്നാലോ ഫലായു അസിറൂ, അത് കുഴപ്പമില്ല, നിസ്കാരം ചെയ്യാവുന്നതിന് കുഴപ്പം വരൂല. സംശയമായാൽ അങ്ങനെ സംശയത്തിന് നിൽക്കാതിരിക്കലാണ് നല്ലത്. പക്ഷെ അതുകൊണ്ട് എന്താവൂല, തുടർച്ച ബാത്തിലാവൂല, അല്പം പിന്തുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടർച്ച തന്നെ സഹിയല്ല. അതേ സമയത്ത് മുന്തിയോന്ന് സംശയമാണെങ്കിൽ തുടർച്ച സഹിയാതിരിക്കൂല. എന്നാൽ വലായുറു മുസാവാത്തുഹു, ഇമാമിനോടൊപ്പം സമാസമം നിൽക്കുന്നത് കൊണ്ട് നിസ്കാരം സഹിയാവാതിരിക്കൂല. ഒരു കുഴപ്പമില്ല എന്നർത്ഥം വെക്കണ്ട. ലാക്കിൻ മക്റൂഹത്തും കണ്ടോ, ഒരു കുഴപ്പമില്ല എന്നല്ല, മുതിർന്നല്ല തന്നെ തുടർച്ച സഹിയാവുന്നതിന് തകരാറില്ല എങ്കിൽ പോലും ലാക്കിൻ മക്റൂഹ, അത് കറാത്താക്കപ്പെടും. മുസാവാത്തെ ഇമാമും മൗമൂമും ഒപ്പത്തിനൊപ്പം നിൽക്കൽ. അപ്പോ ഖിലാഫിന് മുറായത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് ഖിലാഫിന് മുറായത്ത് ചെയ്യേണ്ടതില്ല. മനസ്സിലായില്ലേ? എങ്ങനെ ഒരു ഇമാമും ഒരു മൗമൂമും ആണെങ്കിൽ ഹംബലി മദ്ഹബുകാരുടെ അടുത്ത് രണ്ടാളും സമാസമം നിൽക്കണം, അത് നിർബന്ധ, സമാസമം നിന്നോളണം. എന്നാൽ നമ്മുടെ മദ്ഹബിലോ സമാസമം നിൽക്കൽ കറാഹത്താണ് എന്ന്. അപ്പൊ അവിടെ നമ്മൾ സമാസമം നിൽക്കാതെ അല്പം പിന്തി നിൽക്കണം എങ്കിൽ തന്നെ ജമാഅത്തിന്റെ കൂലി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കറാഹത്താന്ന് പറഞ്ഞാൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ഇനി മുന്താൻ പാടില്ല എന്നാണ്. എന്നാ പിന്നെ എങ്ങനെ നിൽക്കേണ്ടത് അതുകൂടി പറഞ്ഞാളുക. വനുദിബാ സുന്നത്താക്കപ്പെടും വുഖൂഫു ദക്കരിൻ, പുരുഷന്മാര് നിൽക്കല്. മൗമൂമേ പുരുഷനാണെങ്കിലേ, പുരുഷൻ എന്ന് പറഞ്ഞ വലിയ കാക്കയായിക്കൊള്ളണമെന്നില്ല. വലോ സ്വബിയൻ, ആൺകുട്ടിയാണെങ്കിലും പുരുഷൻ എന്ന പട്ടികയിൽ തന്നെയാണ് അവൻ വരുന്നത്. എങ്ങനെയുള്ള പുരുഷൻ അല്ലെങ്കിൽ കുട്ടി? ലം യഹ്ദുർ ഗൈറുഹു, ആ ഒരു കുട്ടി അതല്ലെങ്കിൽ ആ ഒരു പുരുഷൻ അല്ലാതെ മറ്റാരും ഇപ്പോൾ അവിടെ ഹാളിറില്ല. എന്ന് പറഞ്ഞാൽ ആകെ രണ്ടാളേ ഉള്ളൂ, രണ്ടാളും പുരുഷന്മാരാണ്. ഒരാൾ ഇമാമ് നിന്നു, മറ്റേയാള് മൗമൂമ് നിൽക്കുന്നു. എന്നാൽ ഈ മൗമൂമ് ഇമാമിന്റെ എവിടെ നിൽക്കണം? അൻ യമീനിൽ ഇമാമി, ഇമാമിന്റെ വലതുവശത്ത് നിൽക്കണം. വയില്ല, ഇനി അങ്ങനെ ഒരാള് വലതുവശത്തല്ലാതെ നിന്നു വെച്ചോളി, ആകെ ഒരു ഇമാമും ഒരു മൗമൂമും ഉള്ളൂ. പക്ഷെ ഈ മൗമൂമിന് വിവരമില്ല. അയാള് ഈ മൗമൂമ് വന്നിട്ട് എവിടെ നിന്നു? ഇമാമിന്റെ ഇടതുവശത്ത് നിന്ന് വെച്ചോളി, അല്ലെങ്കിൽ ഇമാമിന്റെ നേരെ ബേക്കിൽ വന്ന് വെച്ചോളി. എന്നാൽ സുന്നലഹു, ഇമാമിന് സുന്നത്താക്കപ്പെടും തഹ്വീലുഹു, ഈ മൗമൂമിനെ മാറ്റി നിർത്തൽ, പിന്നിൽ നിന്നോ അല്ലെങ്കിൽ ഇടതുവശത്ത് നിന്നോ വലതുവശത്തേക്ക് മാറ്റി നിർത്തൽ സുന്നത്താക്കപ്പെടുന്ന ലിത്തിബായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കാണിച്ചു തന്ന ഇത്തിബായുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തങ്ങൾ പറയുന്നത് കാണാം. ഇളയമയാവുന്ന മൈമൂനത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ബാപ്പ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ രാത്രി ഇബാദത്ത് എന്തൊക്കെയാണെന്ന് കണ്ടു പഠിച്ചു വരാൻ വേണ്ടിയിട്ട് ഇബ്നു അബ്ബാസ് എന്ന കുട്ടിനെ പറഞ്ഞയച്ചു. അങ്ങനെ രാത്രി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പസമയം ഉറങ്ങിയതിനു ശേഷം എഴുന്നേറ്റ് പല്ല് മിസ്വാക്ക് ചെയ്ത് വുദൂ ചെയ്ത് നിസ്കരിക്കാൻ നിന്നു. അപ്പൊ വേഗം കുട്ടി എഴുന്നേറ്റ് പോയി വുദൂ എടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടതുവശത്ത് നിന്നു. അന്ന് ചെറിയ കുട്ടിയാണ്, പഠിച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ചെവി മെല്ലെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് പുറത്ത് കൊണ്ടുവന്ന് വലതുവശത്ത് അവിടെ നിർത്തി. അപ്പോ അറിയാതെ അല്ലെങ്കിൽ അബദ്ധവശാൽ വലതുവശത്തിലല്ലാതെ നിന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇടതുവശത്ത് നിന്നു അല്ലെങ്കിൽ ബേക്കിൽ നിന്നു. എന്നാൽ അയാളെ വലതുവശത്തേക്ക് മാറ്റി നിർത്തലും സുന്നത്തുണ്ട് ഇമാമിന്. എങ്ങനെ വലതുവശത്ത് നിൽക്കേണ്ടത്? മുതഅഖിറൻ അൻഹു, ഇമാമിനെ തൊട്ട് പിന്തിയവനായിട്ട്. കണ്ടോ, ഹംബലി മദ്ഹബിലേക്ക് ഒപ്പത്തിനൊപ്പമല്ല നിൽക്കേണ്ടത്, പിന്തിയവനായിട്ട്. ഖലീലൻ, അല്പം, കുറെ പിന്തണ്ട. ഈ തോണ്ടാൻ പോണ്ടി വരുന്ന എന്തിനാറിയോ? കുറെ പിന്തിയിട്ടാ. അടുത്ത് എന്ന് നിന്നാ പിന്നെ തോണ്ടാതെ തന്നെ എന്നെ ഒരാൾ തുടർന്നിടുന്ന അറിയോലോ. പക്ഷെ രണ്ടിൽ കൂടുതലോ ആളുണ്ടെങ്കിൽ ആദ്യം തന്നെ ബേക്കിലാണ് നിൽക്കേണ്ടത്. അപ്പൊ പിന്നെ അറിയണമെങ്കിൽ ചിലപ്പോ തോണ്ടേണ്ടി വരും. അതാ പ്രശ്നം. എത്രയാണ് ഈ ഖലീലൻ എന്ന് പറഞ്ഞതിന്റെ കണക്ക്? മൗമൂമിന്റെ കാലിന്റെ വിരലുകൾ പിന്തുന്ന നിലക്ക്
അൻ അഖിബി ഇമാമിഹി, ഇമാമിന്റെ കാലിന്റെ മടമ്പിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ ഒരടി ബേക്കിൽ നിൽക്കുക. ഖലീലൻ എന്ന് പറഞ്ഞാൽ ആരൂരപ്പാ പറയുന്നത്. ഖലീലൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എങ്ങനെയെന്ന് വെച്ചാൽ ബിഅൻ തതഅഖറ അസാബിഉഹു അൻ അഖിബി ഇമാമിഹി, മൗമൂമിന്റെ കാലിന്റെ വിരലുകൾ ഇമാമിന്റെ മടമ്പിന്റെ ബേക്കിലാവുക. അപ്പൊ ഒരടി ബേക്കിൽ നിൽക്കുക എന്നർത്ഥം. അതാണ് അതിന് കാമിലായ രൂപം. ഇനി അതിനെക്കാട്ടിലും കുറച്ച് കുറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചെങ്കിലും ഇമാമിന്റെ കാലിന്റെ മടമ്പിനെക്കാളും മൗമൂമിന്റെ കാലിന്റെ മടമ്പ് പിന്തി നിന്നാൽ അസുൽ സുന്നത്ത് കിട്ടും. എന്നാൽ ഇമാമിന്റെ കൃത്യം ഒരടി ബേക്കിൽ നിൽക്കലാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. അതാണ് ഇപ്പൊ അവിടെ പറഞ്ഞത്. ഇതിപ്പോ ആണുങ്ങളാണെങ്കിലാ, ഇമാമും മൗമൂമും പുരുഷന്മാരാണ്. എന്നാൽ ഇമാമിന്റെ വലതുവശത്തായിട്ട് ഒരടി ബേക്കിലായിട്ട് നിൽക്കലാണ് നല്ലത്. വഖറജ ബിദ്ദക്കരി, പുരുഷനായിരിക്കുന്ന ഒരാള് എന്ന് പറഞ്ഞത് കൊണ്ട് ഉറപ്പെട്ടു. അൽ ഉൻസ, പെണ്ണ്. അതായത് പള്ളിക്ക് പോകാൻ തൊരിക്ക സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല. അപ്പൊ പെരക്കാരത്തിണ്ട് വീട്ടില്, ഓളോട് പറഞ്ഞ 5 വേഗം ചെന്നാൽ നമ്മൾ രണ്ടാളോട് നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അങ്ങനെ പുതിയാപ്പള ഇമാമെന്ന് പുതിയണ്ണ് മൗമൂമായിട്ട് നിന്ന് എന്നാലിങ്ങനെ ഒരടി വിട്ടാണോ നിൽക്കേണ്ടത്? അതല്ല. ഫതഖിഫു, ആ പെണ്ണ് നിൽക്കണം. ഖൽഫഹു, ഇമാമിന്റെ പിന്നിലാണ് നിൽക്കേണ്ടത്, വലത്തുറത്തല്ല, ബേക്കിൽ നിൽക്കണം. എങ്ങനെ? മസീദി തഅഖുരിൻ, 3 മുഴത്തേക്കാൾ കൂടുതൽ പിന്തി നിൽക്കണം. കണ്ടോ, 3 മുഴം പോരാന്നാണ്. 3 മുഴം പോരാ. കാരണം 3 മുഴം എന്ന് പറഞ്ഞാൽ മസീദ് തഅഖുർ എന്ന് പറയില്ല. മസീദ് തഅഖുർ എന്ന് പറഞ്ഞാൽ ഈ ഒരടി നമ്മൾ നേരത്തെ പറഞ്ഞ് സാധാരണ ഇമാമും മൗമൂമിന്റെ ഇടയിലുള്ള അകലം ഒരാളല്ലെങ്കിൽ സൊഫ് ഉണ്ടെങ്കിൽ 3 മുഴ, അതിനേക്കാൾ കൂടുതൽ. അപ്പോ ഒരു 4ഓ 5ഓ മുഴമെങ്കിലും ബേക്കിലാണ് താത്ത നിൽക്കേണ്ടത്. മനസ്സിലായില്ലേ? അത് നമ്മൾ കെട്ടിക്കൊണ്ടുവന്ന സ്വന്തം പെണ്ണുങ്ങളല്ലേ എന്നൊക്കെ നമ്മളെ അൻവറൂനൊക്കെ തോന്നുന്നുണ്ടാവും. അൻവറായ്മ ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ, ചിലപ്പോ കേൾക്കാൻ ഒത്തിരിക്കണ നല്ല കുട്ടിയാ, പഠിച്ചോട്ടെ. അപ്പൊ ഓണിങ്ങനെ തോന്നുന്നുണ്ടാവും നമ്മൾ കെട്ടിക്കൊണ്ടുവന്നല്ലേ ഉസ്താദെ, അപ്പൊ പിന്നെന്താ നമ്മളെ അടുത്തൊന്ന് നിന്ന അടുത്തല്ല, നിങ്ങൾ ഒപ്പം തന്നെ കിടന്നോളിയാ. കിടക്കുമ്പോ നിക്കരിച്ചാൻ നിൽക്കുമ്പോ അത് പറ്റൂല. നിക്കരിക്കാൻ നിൽക്കുമ്പോ അവര് 3 മുഴത്തേക്കാൾ കുറച്ചെങ്കിലും കൂടുതൽ പിന്തി ബേക്കിലാണ് നിൽക്കേണ്ടത്. അതിന് മോളാണെങ്കിലും അങ്ങനെ തന്നെ. ഭാര്യയാണെങ്കിലല്ലേ ഇപ്പൊ തൊട്ടാവുന്നോ അറിയോ ഇല്ലേ എന്നുള്ളത് തർക്കോ. മോളെ തൊട്ടാവുന്നോ അറിയില്ല എന്നുള്ളത് ഉറപ്പല്ലേ? മനസ്സിലായില്ലേ? മോളെ തൊട്ടാവുന്നോ അറിയില്ല എന്നുള്ളത് ഇപ്പൊ ആർക്കും തർക്കമില്ലല്ലോ. അങ്ങനെ സ്വന്തം മോളാണ്, എന്നാലും ബാപ്പാന്റെ അടുത്ത് കണ്ട. കാരണം എന്താ? അതൊക്കെ നിസ്കാരത്തിന്റെ പുറത്ത് നിങ്ങൾ അങ്ങനെ മസാല അറിഞ്ഞോളി. മോളെ തൊട്ടാവുന്നോ അറിയില്ല, അമ്മാനെ തൊട്ടാവുന്നോ അറിയില്ല, പങ്ങളെ തൊട്ടാവുന്നോ അറിയില്ല. ഇവിടെ ഒതു മുറിയോ ഇല്ലേ നോക്കിയിട്ടല്ല. ഇവിടെ സ്ത്രീയും പുരുഷനും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പുരുഷനെ തൊട്ട് കുറച്ച് കൂടുതൽ പിന്തിയിട്ട് നിൽക്കണം. ഒരു പെണ്ണാണെങ്കിൽ തന്നെ ബേക്കിലുമാണ് നിൽക്കേണ്ടത്, കുറച്ച് കൂടുതൽ പിന്തിയിട്ടുമാണ് നിൽക്കേണ്ടത്. അത് നിസ്കാരത്തിന്റെ നിബന്ധന, അതൊന്ന് വേറെയാണ്. ആട്ടെ, പെണ്ണിന്റെ അങ്ങനെ അവിടെ പറഞ്ഞു വെച്ചു. ഇനി ഒരു ഇമാമും ഒരു മൗമൂമും ഇമാമിന്റെ വലതുവശത്ത് അല്പം പിന്തി നിൽക്കണം എന്ന് പറഞ്ഞു. ഒരടിയിൽ കൂടാതെ. അങ്ങനെയൊക്കെ നമ്മള് ഒരടിയിൽ കൂടാതെ അടുത്തിക്കുക. ഒരടി വരെ പരമാവധി ആവാം, അതിന്റെ അപ്പുറം പോണ്ട. ഇനി രണ്ടാമതൊരാൾ വന്നു, എന്നാൽ അപ്പൊ തന്നെ മറ്റേയാളെ പിടിച്ചുകൊണ്ട് വലിക്കുകയല്ല വേണ്ടത്. ഇവിടെ വിവരമില്ലാത്ത ആൾക്കാർ അങ്ങനെ ചെയ്യുക, പിടിച്ചുകൊണ്ട് വലിക്കുക. ഇനി അതല്ല, നമ്മളെ ചില ആൾക്കാരുണ്ട് ഭരിക്കാൻ നിൽക്കൂല. രണ്ടാമത്തെ ഒരാളുകൾ വരുന്ന് കാണുമ്പോൾ തന്നെ ഇയാൾ മെല്ലെ നടന്ന് അങ്ങനെ വേക്ക് കാണുമ്പോൾ അത് രണ്ടും ശരിയല്ല, കറാഹത്താണ്, ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുത്തും. പിന്നെന്താ വേണ്ടത്? അഹ്റമായി രണ്ടാമത്തെ വ്യക്തി തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യണം. അൻ യസാരിഹി, ഇമാമിന്റെ ഇടതുവശത്തായിട്ട്. എന്ന് പറഞ്ഞാൽ മറ്റേ മൗമൂമ് എവിടെയാണോ വലതുവശത്ത് നിൽക്കുന്നത് അതിന് കണക്കായിട്ട് ഇടതേ വശത്ത് മറ്റേയാൾ നിൽക്കുക. എന്നിട്ട് തക്ബീർ കെട്ടുക. തക്ബീർ കെട്ടിയതിന് ശേഷം അല്പം പിന്തുണരാ മറ്റേയാൾ നിൽക്കുക. എന്ന് സുമബാലിഹി, ഇടത്തെ പുറത്ത് ഇയാള് മറ്റേയാളെ ഒപ്പത്തിനൊപ്പം നിന്ന് തക്ബീർ കെട്ടിയതിന് ശേഷം രണ്ടുപേരും കൂടി പിന്നോട്ട് നിൽക്കണം. അൻഹു, ഇമാമിന്റെ അടുക്കൽ നിന്നും. നദ്ബൻ, അത് സുന്നത്തേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് നിസ്കരിച്ചതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ
തക്ബീർ കിട്ടിയതിന് ശേഷം രണ്ടാളും കൂടി ബേക്കിലേക്ക് മാറി നിൽക്കലാണ് നല്ലത്. കാരണം എന്താ, ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പം ഇമാമും മൗമും തമ്മിൽ 3 മുഴം വരെയുള്ള അകലമാണ് ശരിയായ അകലം. അതിനു വേണ്ടിയിട്ട് പിന്നിലേക്ക് മാറി നിൽക്കുക. ഇനി നിൽക്കണില്ലെങ്കിലോ അങ്ങനെ തന്നെ നിസ്കരിച്ചാലും ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും. പക്ഷേ ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടുത്തുന്ന കോലാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ചെന്നാട് തക്ബീർ കിട്ടുന്നതിന് മുമ്പ് തന്നെ മറ്റേ ആളാണ് പിടിച്ചു വലിക്കുക. അത് ഹറാമാണ്. പിടിച്ചു വലിക്കൽ ഹറാമാണ്. ഇനി പിടിച്ചു വലിക്കാതെ ഇയാൾ സ്വയം ഇറങ്ങി നിൽക്കൽ അത് കറാഹത്താണ്. രണ്ടായാലും മറ്റേ ആള് തക്ബീർ കിട്ടുന്നത് വരെ ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും. ഇവിടൊക്കെ ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടുന്ന പറയുമ്പോ പ്രത്യേകം മനസ്സിലാക്കണം, തീരെ ജമാഅത്തിന് കൂലി കിട്ടൂല എന്നല്ല, സുന്നത്തായ രൂപത്തിലാകുന്നത് വരെയുള്ള സമയത്ത് ജമാഅത്തിന്റെ ഫളീലത്ത് പോകും. അപ്പൊ കാരണം കൂടാതെ ഒരു മനുഷ്യന്റെ ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് തക്ബീർ കിട്ടുന്നതിന് മുമ്പ് ആളെ പിടിച്ചു വലിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞത്. കാരണം അയാൾക്ക് കിട്ടുന്ന കൂലി നഷ്ടപ്പെടുത്തുകയാണല്ലോ, അതുകൊണ്ട് അത് പാടില്ല. സ്വയം നിന്നാലോ വേറൊരാളെ നഷ്ടപ്പെടുത്തിയല്ല, അയാൾക്ക് സവാബ് നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് കറാഹത്താണ്. എന്നാൽ മറ്റേ ആള് തക്ബീർ കിട്ടിയ സ്വഫായാലോ അവിടെ അങ്ങോട്ട് കിട്ടും ചെയ്യും, അല്ലാതെ തീരെ കിട്ടൂല എന്നല്ല, ആ സമയത്ത് കിട്ടൂല. ഇനി എവിടേക്കാണ് പിന്നോട്ട് നിൽക്കേണ്ടത്? ഫീ ഖിയാമി, നൃത്തത്തിലാണെങ്കിൽ റുക്കൂഇൻ അല്ലെങ്കിൽ റുക്കൂലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സുജൂദിലോ അത്തയ്യാത്തിലോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ നിരങ്ങി പോരൊന്നും വേണ്ട. വലത്തെ പുറത്തൊരാള് കെട്ടി, ഇടത്തെ പുറത്തു നിന്ന് വേറൊരാൾ തക്ബീർ കെട്ടിയപ്പം അവിടെ സുജൂദിലാണ് അല്ലെങ്കിൽ അത്തയ്യാത്തിന്റെ ഇരുത്തത്തിലാണ്. എന്നാ പിന്നെ അവിടുന്ന് കീപ്പിട്ട് നീങ്ങാനൊന്നും പോകണ്ട. നൃത്തത്തിലോ റുക്കൂലോ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബേക്കിലേക്ക് രണ്ടാളും കൂടി മാറി ഒരു സൊഫായി നിന്നാ മതി. കണ്ടോ, ബേക്കിൽ രണ്ടുപേരും കൂടി ഒരു സൊഫാവാൻ വേണ്ടിയിട്ട് നൃത്തത്തിലോ റുക്കൂയിലോ ഒക്കെ ആണെങ്കിൽ ബേക്കിലേക്ക് മാറി നിൽക്കൽ സുന്നത്താണ്. ഇതിപ്പോ ആദ്യം ഒരാൾ വന്ന് പിന്നീട് ഒരാൾ വരുന്ന കോലത്തിലാണ്. ഇനി രണ്ടാളും കൂടി ഒപ്പം വന്നാലോ? അതാ റജുലൈനി ജാഅമാൻ, 2 പുരുഷന്മാരായ മൗമൂമിങ്ങളുണ്ട്, രണ്ടാളും ഒപ്പം വന്നാണ്. ഒരാൾ വന്നതിന്റെ ശേഷം ഒരാളല്ല എന്ന് പറഞ്ഞാൽ ആകെ 3 ആളുണ്ട്. ഇനി ഒരാൾ ഇമാമെന്ന് 2 ആൾ മൗമൂമിങ്ങളും വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇനി അതല്ലെങ്കിൽ രിജാലുൻ, കുറെ ആൾക്കാർ വന്ന്, രിജാലു എന്ന് പറഞ്ഞാൽ 2 കൂടുതൽ എന്നർത്ഥം. കസദു, അവരുദ്ദേശിക്കുന്നു അൽ ഇഖ്തിദാ മുസല്ലിൻ, ഇവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് തുടരാ. ഒറ്റക്ക് നിസ്കരിക്കുകയാണ് ഊട്ടിക്കൊള്ളി ഒരാള്, അപ്പൊ 2-3 ആളുകൾ ഇവിടെ വന്നു, ഇവര് ഇയാളോട് തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്യണം? അവര് നിൽക്കണം ഖൽഫഹു, ഈ ഇമാമിന്റെ പിന്നിൽ നിൽക്കണം. സൊഫൻ, ആദ്യം തന്നെ സൊഫായിട്ടാണ് നിൽക്കേണ്ടത്. ഒരാളാണെങ്കിൽ വലത്തോർത്ത് നിൽക്കുക, രണ്ടാമത്തെ ആള് വന്നാൽ അതിന്റെ അതേ തൂക്കത്തിൽ ഇടത്തോർത്ത് നിൽക്കുക, എന്നിട്ട് ബേക്ക് കയറുന്നത് ഓരോരുത്തരാകുമ്പോഴാ. ആദ്യം തന്നെ 2 ആളുണ്ട് അല്ലെങ്കിൽ 2-ൽ കൂടുതലുണ്ട്, എന്നാ ബേക്കിൽ സൊഫായിട്ട് നിൽക്കുക. 3 മുഴത്തേക്കാൾ അകലം വരാത്തവർക്ക് സൊഫായിട്ട് നിൽക്കുകയാണ് വേണ്ടത്. ഇനി വേറെ വനുദിബ, സുന്നത്താക്കപ്പെടും വുഖൂഫുൻ ഫീ സൊഫിൻ അവ്വല, ആദ്യത്തെ സൊഫിൽ നിൽക്കൽ സുന്നത്താക്കപ്പെടും. 1-ാം സൊഫില് അതൊരു പ്രത്യേക ഫളീലത്താ. 1-ാം സൊഫ്, ഇമാമിന്റെ വലതുവശം, ഇവ രണ്ടും വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന മഹത്തായ സുന്നത്തുകളാണ്. കഴിയുന്നതും 1-ാം സൊഫിൽ നിൽക്കാൻ നോക്കുക. അത് പറ്റുമെങ്കിൽ വലതുവശത്താകാനും നോക്കുക. എന്നാ ഏതാ ഈ 1-ാം സൊഫ്? അത് നല്ലൊരു ചർച്ചാ വിഷയമാണ്. ഇപ്പൊ ഇതിലേക്ക് കടക്കണില്ല. ഏതായാലും ആട്ടെ, ഈ 1-ാം സഫ് എന്ന് പറഞ്ഞാല് മായലിൽ ഇമാമ, ഇമാമിന്റെ ബേക്കിലുള്ളത്. അല്ലാതെ പിന്നെ ഇമാമിന്റെ മുമ്പിൽ സഫ് ഉണ്ടാവുമോ? ഉണ്ടാവും. മക്കത്ത് പോയവർക്കറിയാം, ഇമാമിന്റെ മുമ്പിൽ സഫ് ഇല്ലേ മക്കത്ത്? തീർച്ചയായിട്ടും. നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോ പെട്ടെന്ന് തോന്നുന്നു ആദ്യത്തെ അപ്പൊ ഇമാമിന്റെ പിന്നിലെ സഫ്, ഇമാമിന്റെ മുന്നിൽ സഫ് ഉണ്ടാവുമോ? എല്ലാവരും അല്ലെങ്കിൽ മാലിക് മദ്ഹബുകാരാണ്ടേ, മാലിക് മദ്ഹബുകാർക്ക് മുന്നിലും ആകാന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി മാലിക്കുകളല്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന മോമിനീങ്ങൾക്കും ബാധകാണല്ലോ നിയമം. അത് മക്കത്ത് പോയാൽ കാണാം. ഉദാഹരണം, ഇമാമ് നിൽക്കുക മക്കാം ഇബ്രാഹിമിന്റെ ബാക്കിലായിട്ടാണ്. അവിടെ നിന്നിട്ട് കഅബ ഷരീഫ് വരെയുള്ള സ്ഥലം കാലിടും ആ ഭാഗത്ത്. എന്നാൽ ബാക്കി 3 ഭാഗത്തോ കഅബ ഷരീഫിന്റെ തൊട്ടടുത്ത് വരെ നിൽക്കും. അപ്പൊ ചിലപ്പോൾ 4-ഉം 5-ഉം സൊഫ് ഇമാമിന്റെ മുന്നിലാണ്.
ഇത് മാലിക്കി മദ്ഹബ് നോക്കിയിട്ടല്ലട്ടാ. മാലിക്കി മദ്ഹബ് ഇമാമിനേക്കാളും മുമ്പ് നിക്കാന്ന് പറഞ്ഞപ്പോ മക്കത്ത് അങ്ങനെയല്ലേ നിക്കണത് എന്ന് ചോദിക്കണ്ട. മക്കത്തെ മസാല സ്വന്തം സെപ്പറേറ്റ് മസാലയാണ്, ബാക്കി സ്ഥലത്തേക്ക് അത് ബാധകല്ല. ഇമാമ് നിൽക്കുന്ന ഭാഗത്ത് ഇമാമിനേക്കാൾ മുന്താൻ പാടില്ല എന്നേ ഉള്ളൂ. ഇമാമ് നിൽക്കുന്നതല്ലാത്ത മറ്റു 3 ഭാഗത്തും ഇമാമിനേക്കാൾ മുന്തി നിൽക്കാം. ചിലപ്പോൾ 5ഉം 6ഉം 7ഉം സൊഫ് വരെ ഇമാമിന്റെ മുന്നിൽ ഉണ്ടാവാം. ചിലപ്പോൾ ദുഹറിന്റെ സമയത്തൊക്കെ ഹജറുൽ അസ്വദിന്റെയും റുക്നി യമാനിന്റെയും ഇടയിലുള്ള ഭാഗത്ത് അഥവാ കഅബ ഷരീഫിന്റെ തെക്ക് ഭാഗത്ത് പള്ളിയിൽ നിന്നിട്ട് ഇമാം നിസ്കരിക്കും, മത്താഫ് കാലിയായിരിക്കും. അപ്പം ബാക്കി 4 ഭാഗത്തും 10ഓളം സൊഫ് ഇമാമിനേക്കാൾ മുമ്പ് ഉണ്ടാകും. പക്ഷെ അതിനൊന്നും 1ാം സൊഫിന്റെ കൂലി കിട്ടൂല. മനസ്സിലായപ്പോ നിങ്ങക്ക്? നല്ലോ പഠിച്ചോളി. മക്കത്ത് പോയിട്ട് കഅബ ഷരീഫിന്റെ അടുത്ത് നിസ്കരിച്ചാൽ പുണ്യാണ് എന്ന് അറിഞ്ഞുകാണ്ടേ ഇമാമ് നിൽക്കുന്ന ഭാഗമല്ലാതെ മറ്റേ ഭാഗത്ത് ഈ കഅബ ഷരീഫിന്റെ തൊട്ടടുത്ത് പോയി നിന്ന് ഇപ്പൊ ഞാനിപ്പോ 1ാം സൊഫിൽ നിസ്കരിച്ച കൂലിട്ടി എന്ന് കരുതി തെറ്റിക്കൊടുക്കണ്ട. ഇമാമിന്റെ ബേക്കിലുള്ള സൊഫ് 1ാം സൊഫ് റൗണ്ടായിട്ട് അവിടെ കൂട്ടുക, അതാ 1ാം സൊഫ്. മനസ്സിലായല്ലോ? ആ ദറജ ഇതിന് കിട്ടൂല. ഇമാമിന്റെ മുന്നിലുള്ള മറ്റ് 3 ഭാഗത്തും നിസ്കരിക്കുന്ന സൊഫുകൾക്ക് 1ാം സൊഫിന്റെ കൂലി കിട്ടൂല. അപ്പൊ പറഞ്ഞതിന് മന കണ്ടപ്പോങ്ങള് പണ്ടിപ്പോ നമ്മൾ നാട്ടിൽ നിന്ന് കിതാബ് ഓതിയപ്പം ഇത് പെട്ടെന്ന് മനസ്സിലാവൂല. ഇത് ഇമാമിന്റെ തൊട്ട് ബേക്കിലുള്ള സൊഫാണ് 1ാം സൊഫ്. അതിപ്പോ പറയേണ്ട ആവശ്യമുണ്ട് ഉസ്താദെ? വെറുതെ ഈ കടലാസിന് വില കൂടിയ കാലത്ത് മഷിക്കും വില കൂടുതലാ. ഈ ആവശ്യമില്ലാതെ ഇമാമിന്റെ പിന്നിലല്ലാതെ മുന്നിൽ സൊഫ് ഉണ്ടാവോ ചോദിക്കണ്ട. അല്ലെങ്കിൽ എല്ലാരും ഇപ്പൊ മാലിക് മദ്ഹബുകാരാണോ എന്ന് ചോദിക്കണ്ട. എല്ലാ മദ്ഹബുകാരും മക്കത്ത് പോയാൽ ഇമാമിന്റെ മുമ്പ് നിൽക്കുന്നുണ്ട്. 3 ഭാഗത്ത് ഇമാമിനേക്കാൾ മുമ്പിൽ നിൽക്കുമല്ലോ. ആ മുമ്പിൽ നിൽക്കുന്നവർക്ക് 1ാം സൊഫിന്റെ ഫളീലത്ത് കിട്ടൂല. 1ാം സൊഫിന്റെ ഫളീലത്ത് ഇമാമിന്റെ തൊട്ട് ബേക്കിൽ നിൽക്കുന്ന സൊഫ് റൗണ്ടായി വരുമ്പോ ആ റൗണ്ടിലുള്ള സൊഫിനാണ് 1ാം സൊഫിന്റെ കൂലി കിട്ടുക. ചുറ്റോട് ചുറ്റും ഇമാമിന്റെ തൊട്ട് ബേക്കിലുള്ള 1ാം സൊഫാണ് 1ാം സൊഫായിട്ട് കൂട്ടുക. മനസ്സിലായില്ലേ? ഇനി അതിന്റെ പുറമെ മിമ്പറുൻ, അതിന് ഇവർക്ക് അമ്പലികൾക്കുള്ള ഒരു ആണിയ. അമ്പലി മദ്ഹബുകാർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. തൂണോ മിമ്പറോ പോലത്തത് കൊണ്ട് സൊഫ് മുറിഞ്ഞാൽ 1ാം സൊഫ് ആവൂല. അതും ശരിയല്ല. കാരണം മിമ്പർ അങ്ങനെയാണല്ലോ, മെഹറാബ് കുറച്ചാണ്ട് ഉള്ളിക്ക് തള്ളിയിട്ട് നിൽക്കും പോലെ മിമ്പർ കുറച്ചുകൊണ്ട് മുന്നോട്ട് തള്ളിയിട്ടാ നിൽക്കുക. അപ്പൊ ഇമാമിന്റെ തൊട്ട് ബേക്കിൽ നിൽക്കുന്ന 1ാം സൊഫ് മിമ്പറോണ്ട് മുറിയും. ചില പള്ളിയിൽ നിറച്ച് തൂണാണ് ഇക്കാരം. അപ്പൊ ചിലപ്പോ തൂണ് കൊണ്ട് മുറിയും. അപ്പൊ 1ാം സൊഫിന്റെ കൂലിട്ടുക മുറിയാത്ത സൊഫിനാണ്. തൂണ് കൊണ്ടോ മിമ്പർ കൊണ്ടോ മുറിയാത്ത സൊഫയെ 1ാം സൊഫ് ആവുള്ളൂ എന്ന ഹംബലി മദ്ഹബ്. അത് ശരിയല്ല. ഇമാമിന്റെ തൊട്ടടുത്തുള്ള സൊഫ് മിമ്പർ കൊണ്ടോ തൂണ് കൊണ്ടോ മുറിഞ്ഞാലും മുറിഞ്ഞിട്ടില്ലെങ്കിലും 1ാം സൊഫ് ഇമാമിന്റെ തൊട്ട് ബേക്കിലുള്ള സൊഫ് തന്നെയാണ്. കണ്ടോ? അതാണ് മിമ്പറുൻ അമൂദുൻ എന്ന് പറഞ്ഞത്. തൂണോ മിമ്പറോ മുറിച്ചിട്ടുണ്ട് സൊഫ്, എന്നാലും 1ാം സൊഫിന്റെ കൂലി അതിന് തന്നെയാണ് കിട്ടുക. ഒക്കെ മദ്ഹബ് സംബന്ധമായ ഖിലാഫിലേക്കുള്ള ഇശാറത്ത് കൂടിയാണ്. സുമ്മമായലീഹി, പിന്നീട് അതിന്റെ തൊട്ട് 2ാം സൊഫ് വഹാക്കഥ, അങ്ങനെ ബേക്കാട് പോകുന്നു. ഇനി ഇങ്ങനെ 1ാം സൊഫിന് ഏറ്റവും സൗദീലത്ത്, അത് കഴിഞ്ഞാൽ 2ാം സൊഫ്, അത് കഴിഞ്ഞാൽ 3ാം സൊഫ്, ഇങ്ങനെയാണ് അതിന്റെ കണക്ക്. അഫ്ളു കുല്ലി സൊഫിൻ, ഇങ്ങനെയുള്ള ഓരോ സൊഫിന്റെയും ഏറ്റവും ശ്രേഷ്ഠത യമീനു, അതാത് സൊഫിന്റെ വലതു ഭാഗം. 1ാം സൊഫിന്റെ വലതു ഭാഗം 1ാം സൊഫിൽ ഏറ്റവും ശ്രേഷ്ഠത, 2ാം സൊഫിന്റെ വലതു ഭാഗം 2ാം സൊഫിൽ ഏറ്റവും ശ്രേഷ്ഠത, ഇങ്ങനെ. ഇനി ഒരാൾക്ക് വലൂ തറാദഫ, അമത്തിന് കടത്തിക്കോട്ടെ, വലൂ തറാദഫ യമീനുൽ ഇമാമി വസ്സഫുൽ അവ്വലു, 1ാം സൊഫിൽ നിൽക്കുകയാണെങ്കിൽ വലത്തേ പുറം കിട്ടൂല. ഇമാമിന് വലത്ത് പുറത്ത് നിൽക്കണം എന്ന് വെച്ചാൽ 1ാം സൊഫും കിട്ടൂല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ ഇവൻ എത്തിയ പോക്ക് ഇമാമിന്റെ സൊഫിന്റെ വലത് ഭാഗം ഫുള്ളായിരുന്നു, ഇടത് ഭാഗത്ത് കുറച്ച് ഒഴിവുണ്ട്. 2ാം സൊഫിൽ നിന്നാ വലത് ഭാഗം കിട്ടും ചെയ്യും. എന്നാൽ 2ാം സൊഫിന്റെ വലതു ഭാഗത്താണോ നിൽക്കേണ്ടത്, 1ാം സൊഫിന്റെ ഇടത് ഭാഗത്താണോ നിൽക്കേണ്ടത്? അവിടെ കുദ്ദിമ, അവിടെ 1ാം സൊഫിനെയാണ് ഒന്നിക്കുക. അപ്പൊ ഇടത് ഭാഗമായാലും വേണ്ടിയില്ല, 1ാം സൊഫാണ്. 2ാം സൊഫിന്റെ വലതു ഭാഗത്തിനെക്കാട്ടിലും ശ്രേഷ്ഠത
ഒന്നാം സഫിന്റെ ഇടത് ഭാഗമാണ്. അപ്പോ ഒന്നാം സഫിന്റെ ഇടത് ഭാഗത്തിന് മുന്തിക്കണം എന്നാണ് ഫീമായ ബഹ്റു, അങ്ങനെയാണ് വാഹിറാകുന്നത്. ഇനി വലത്തെ ഒന്നാം സഫിൽ സ്ഥലമുണ്ട്, പക്ഷെ വലത്തെ പുറത്താവുമ്പോ കുറച്ച് ദൂരെയാവും, ഇടത്തെ പുറത്താവുമ്പോ ഇമാമിന്റെ അടുത്ത് തന്നെ സ്ഥലം കിട്ടും. എന്നാൽ യമീനുഹു ഒന്നാം സഫിന്റെ വലത് ഭാഗം ഔലാ മിനൽ ഖുർബി ഇലൈഹി ഇമാമിനോട് അടുത്ത് നിൽക്കുന്നതിനെക്കാട്ടിലും ഉത്തമമാണ് ഫിയസാരി ആ ഒന്നാം സഫിന്റെ അടുത്ത ഭാഗത്ത്. എന്ന് പറഞ്ഞാല് ഒന്നാം സഫിന്റെ പൂർത്തിയായിട്ടില്ല, വലത്തോർത്തും ഒഴിവുണ്ട്, ഇടത്തോർത്തും ഒഴിവുണ്ട്. ഇടത്തോർത്ത് നിൽക്കുകയാണെങ്കിൽ ഇമാമിന്റെ അടുത്ത് നിൽക്കാം, വലത്ത് പുറത്താണെങ്കിൽ കുറച്ച് വിട്ടാവും. എന്നാൽ അല്പം വിട്ടാണെങ്കിലും വലത് ഭാഗമാണ് ഇമാമിനോട് തൊട്ടടുത്ത് തന്നെയുള്ള ഇടത് ഭാഗത്ത് നിൽക്കുന്നതിനെക്കാട്ടിലും ഉത്തമം. അതായത് ഇമാമിനോട് അടുത്ത് നിൽക്കുക അറിയണ ഒരു ഫളീലത്ത, വലത്തോർത്ത് നിൽക്കുക എന്ന് പറയുന്ന മറ്റൊരു ഫളീലത്ത, ഒന്നാം സഫിൽ നിൽക്കുക അറിയണ മറ്റൊരു ഫളീലത്ത. ഇനി വേറൊരു വിഷയം, ഒന്നാമത്തെ സൊഫിനെ എത്തിക്കല് ഔലാമിൻ ഇദ്റാക്കി റുകൂഇ വൈൽ റക്അത്തിൽ അഖീറത്തി അവസാനത്തെ റക്അത്തിലുള്ള റുക്കൂ അല്ലാത്ത മറ്റു റക്അത്തിലെ റുക്കൂ എത്തിക്കുന്നതിനെക്കാട്ടിലും ഉത്തമം ഒന്നാം സഫിനെ പരിഗണിക്കലാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരാള് വന്നപ്പോ ഇമാം റുക്കൂയിൽ പോയിടും, ഒന്നാം സഫിൽ സ്ഥലമുണ്ട്, പക്ഷേ ഒന്നാം സഫിലേക്ക് എത്തിപ്പെട്ട് അവിടെ നിൽക്കുമ്പോത്തിന് ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമിദ പറയും, ഒരു റക്അത്ത് കഴിഞ്ഞു പോകും. എന്നാൽ അവിടെ ഈ റക്അത്ത് കഴിഞ്ഞാലും വേണ്ടിയില്ല, ഒന്നാം സൊഫ് പോയി നിൽക്കലാണോ അതല്ല ഇപ്പൊ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ ഇത് കിട്ടിയാൽ ഈ റക്അത്ത് കിട്ടുക, ഈ റക്അത്ത് കിട്ടലാണോ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഉടൂന്ത റക്അത്തിലാക്കുക, അല്ലെങ്കിൽ അവിടെ ഒന്നാം സൊഫിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. കാരണം എന്താ? ഒന്നാം സൊഫിന്റെ ഫളീലത്ത് കിട്ടും ചെയ്യും. ഇനി ഒടൂന്ത റക്അത്താകാത്തത് കൊണ്ട് ഇനിയും ഒരു റക്അത്തൊക്കെ ഇമാമിന്റെ കൂടെ പൂർണ്ണമായിട്ട് കിട്ടും ചെയ്യുമല്ലോ. അപ്പോ ഇമാമിന്റെ കൂടെ ഒരു റക്അത്തിൽ കുറയാതെ കിട്ടുക എന്ന് പറയുന്ന ഫളീലത്തും കിട്ടും, ഒന്നാം സഫിന്റെ ഫളീലത്തും കിട്ടും. അവിടെ ഒന്നാം സഫിനെ പരിഗണിക്കേണ്ടത്. അതേ സമയത്ത് അമ്മാഹിയ ഈ ഒടൂന്ത റക്അത്തിനെ വെക്കുകയാണെങ്കിലോ എന്ന് പറഞ്ഞാൽ ഇയാൾ എത്തിയപ്പോ അവസാനത്തെ റക്അത്തായിരുന്നു, ഇമാം റുക്കൂല, ഇപ്പൊ പെട്ടെന്ന് തുടർന്നാൽ ഇമാമിന്റെ കൂടെ ഒരു റക്അത്ത് കിട്ടും. ഒന്നാം സഫിലേക്ക് എത്താൻ നിന്നാലോ ഇനി ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടൂല. എന്നാൽ പിന്നെ അവിടെ അതായത് ഒന്നാം സഫിലേക്ക് ഉദ്ദേശിച്ചു പോയാൽ ഈ ഒടൂൻ റക്അത്തിലെ റുക്കൂ പോവുമെങ്കിലോ ഫൈതറാക്കുഹ ഔല, അപ്പൊ ആ റക്അത്തിന് എത്തിക്കലാണ് ഉത്തമം മിന സഫിൽ അവലി, ഒന്നാം സഫിനേക്കാൾ. അതിന്റെ കാരണം എന്താ? ഒന്നാം സഫിന്റെ ഫളീലത്ത് കിട്ടിയിട്ടില്ലെങ്കിലും ജമാഅത്ത് സഹിയാവും എന്നുള്ള കാര്യത്തിൽ ഖിലാഫില്ല. അതേ സമയത്ത് ഒരു റക്അത്തിൽ കുറഞ്ഞാൽ ജമാഅത്ത് തന്നെ സഹിയാവില്ല എന്നൊരു കൗലുണ്ട്. ആ കൗലിനെ പരിഗണിച്ചുകൊണ്ട് അവസാനത്തെ റക്അത്തിലെ റുക്കൂ ഇമാമിന്റെ കൂടെ കിട്ടുമെങ്കിൽ ഒന്നാം സഫിക്ക് എത്തൂല, ഒന്നാം സഫിക്ക് എത്തിയാൽ ഈ റക്അത്തിലെ ഇമാമിന്റെ കൂടെ കിട്ടൂല എന്ന് കണ്ടാൽ അവിടെ റുക്കൂയിൽ കിട്ടി ആ റക്അത്ത് പൂർണ്ണമായി ജമാഅത്താക്കാൻ ശ്രമിക്കലാണ് ഒന്നാം സഫിനെ പരിഗണിക്കുന്നതിനെക്കാട്ടിലും അല്ല. അതിന്റെ കാരണം എന്താ? ജമാഅത്ത് സഹിയാകണമെങ്കിൽ തന്നെ ഒരു റക്അത്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞൊരു ഖിലാഫുണ്ട്. ആ ഖിലാഫിനെ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ഒന്നാം സഫിന്റെ ഫളീലത്തിനേക്കാൾ കൂടുതൽ അവസാനത്തെ റക്അത്തിന്റെ റുക്കൂ ഇമാമിന്റെ കൂടെ നഷ്ടപ്പെടാതിരിക്കുക എന്ന ഫളീലത്തിന് മുൻഗണന കൊടുത്തത്. ഇനി ജമാഅത്ത് സംബന്ധമായ കറാഹത്ത്, ഈ നിക്കണോടത്ത് വരുന്ന ചില കറാഹത്തുകൾ പറയാണ്ട്, സമയം ഇപ്പൊ തന്നെ എമ്പാടുമായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ പോകാം. ഞാൻ കെട്ടിട്ട കയറൊക്കെ ഒന്ന് കഴിച്ചിട്ടാൽ ആരും ആളുകൾക്കൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ കുറച്ച് സമയം ചോദിക്കുകയൊക്കെ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു മാപ്പാക്കി തരുമാറാകട്ടെ. നാഫിയായ ഇൽമു തന്ന അല്ലാഹു തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. മൈക്കൂട്ടും.